ഒരിക്കൽ ഒരു രാജകൊട്ടാരം, രാജാവ് ആ രാജ്യത്തെ കുട്ടികൾക്കൊരു ഓഫർ കൊടുത്തു. കുട്ടികൾക്കെല്ലാം രാജാവിനെയും കൊട്ടാരവും കാണാം. കൊട്ടാരത്തിലേക്ക് കുഞ്ഞുങ്ങളെല്ലാം ഇരച്ചു കയറി വന്നു. രാജാവ് കുഞ്ഞുങ്ങളോട് പറഞ്ഞു, കൊട്ടാരത്തിൽ നിങ്ങളെല്ലാം കണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനത്തെ പോയി തൊട്ടോ, അത് നിങ്ങൾക്ക് സ്വന്തമായിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ, കിട്ടിയ സന്ദർഭമല്ലേ, അവർ കിരീടവും ചെങ്കോലും തൊട്ട് രാജാവിൻ്റെ വിലപിടിപ്പുള്ളത് എല്ലാത്തിനെയും തൊട്ടു. എന്നാൽ അധികം ബുദ്ധിയില്ലാത്തത് കൊണ്ടായിരിക്കാം ഒരു കുഞ്ഞോടിച്ചെന്ന് രാജാവിനെ വട്ടം കെട്ടിപ്പിടിച്ചു. രാജാവ് പോന്നാൽ ഭണ്ഡാരവും. രാജാവിനെ കെട്ടിപ്പിടിക്കാൻ മറന്നുപോയി എന്നുള്ളതാണ് നമുക്കിന്ന് പറ്റിപ്പോയ ദുർഗതി. രാജാവിനെ കെട്ടിപ്പിടിക്കാൻ, എൻ്റെ ക്രിസ്തുവിന് വേണ്ടി നിലപാടുയർത്തി അതിൽ നിലനിൽക്കുവാൻ എന്തുപേക്ഷിക്കേണ്ടി വന്നാലും ഞാൻ നിൽക്കുമെന്ന് ഒരുവൻ ഉറച്ചു പറയുന്നിടത്താണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം മറ്റുള്ളവരുടെ മുൻപാകെ സാക്ഷി ജീവിതമാകുന്നത്. ആ സാക്ഷി ജീവിതത്തിന് വേണ്ടിയിട്ടാണ് 28 30 100 വർഷം കഴിഞ്ഞും ഈ കൺവെൻഷൻ നടക്കേണ്ടുന്നത്. അതുകൊണ്ട് ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഒരുപോലെ പ്രാർത്ഥിക്കണം. എൻ്റെ ജീവിതത്തിൽ ഒരു സാക്ഷ്യത്തിൻ്റെ അനുഭവം ഉണ്ടാകേണ്ടതിന് ഒരു വാചകത്തെയെങ്കിലും എനിക്ക് തരണം. എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ മുൻപാകെ ഒരു സാക്ഷ്യമുണ്ടായതിന് ഒരു വാക്കെങ്കിലും എനിക്ക് തരണം. ഞാൻ പീലാത്തോസ് ചോദിച്ച ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ പോവാം. വാട്ട് ക്യാൻ യു ഡു വിത്ത് ദിസ് ജീസസ്? ഈ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് എന്ത് കാര്യം, നിങ്ങൾ എന്ത് ചെയ്യും? അവിടെ അച്ഛൻ എന്നെ പരിചയപ്പെടുത്തി പറഞ്ഞു, കിഡ്നി ഇല്ലാത്ത ഒരച്ഛൻ. എന്നാൽ എനിക്ക് അതുകൊണ്ട് തന്നെ കിഡ്നി ഇല്ലാത്ത 29ാമത്തെ വയസ്സിൽ ഞാൻ കിഡ്നി കൊടുത്തു. എൻ്റെ ഡോക്ടർ എന്നെ പരിശോധിച്ച സമയത്ത് എൻ്റെ സൈക്കാട്രിസ്റ്റ് എന്നോട് ചോദിച്ചു, തൻ്റെ തലയ്ക്ക് വല്ലോ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. കാരണം അതുവരെ 48 കിലോയേ ഞാൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ചെക്കപ്പിന് ചെന്ന സമയം തൊട്ട് 63 കിലോ എനിക്കുണ്ടായി. സർജറി കഴിഞ്ഞ് 1 കൊല്ലം കഴിയുന്നിടം വരെ 63 കിലോയിൽ ഞാൻ സ്റ്റേബിളായി. ഇപ്പോൾ വീണ്ടും 58 കിലോയിലോട്ട് ഞാൻ താഴ്ന്നു. അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു, അച്ഛൻ്റെ തലയ്ക്ക് വല്ലോ കുഴപ്പമുണ്ടോ? പക്ഷേ അത് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് ഇപ്പം നിങ്ങളുടെ മുൻപാകെ ഇങ്ങനെ നിൽക്കുമ്പോഴും എനിക്ക് പറയാം, എനിക്കെൻ്റെ ക്രിസ്തുവിനെ കുറിച്ച് അതിയായ മതിപ്പുണ്ട്. എന്നോട് ഈ ചോദ്യം, ഈ പ്രസംഗത്തിന് വേണ്ടി ഞാൻ ഒരുങ്ങിയപ്പം എനിക്ക് വലിയ ആശയക്കുഴപ്പങ്ങളുണ്ട്. ഇതെങ്ങനെ അവതരിപ്പിക്കും, ഇതെങ്ങനെ മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കുമെന്നൊരു ആശങ്ക ഇപ്പോഴും നിഴലിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം നിങ്ങൾ ഹൃദയപൂർവ്വം ഇതിനെ ശ്രദ്ധിക്കണം. ഞാൻ എൻ്റെ ക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഏറ്റെടുക്കും? ക്രിസ്തു വരിക നിൽക്കുമ്പോൾ പീലാത്തോസ് രക്ഷകനെ കണ്ടിട്ടും ചോദിക്കുകയാണ്, വാട്ട് ഷാൽ ഐ ഡു വിത്ത് ജീസസ്? ഈ ക്രിസ്തുവിനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? അവിടെ നമുക്ക് ചില ഉത്തരങ്ങൾ ഉണ്ടാകണം. ആ ഉത്തരമാണ് ഇന്ന് രാത്രിയുടെ സന്ധ്യയുടെ നമ്മുടെ ചിന്ത. ഒന്നാമത്, ഗോഡ് ദ ലിബറേറ്റർ, എൻ്റെ ജീവിതത്തിൻ്റെ വീണ്ടെടുപ്പുകാരൻ, എൻ്റെ ജീവിതത്തിനെ വീണ്ടെടുക്കുന്ന എൻ്റെ ദൈവം. പലപ്പോഴും വേദപുസ്തകം ഒരു കഥ പോലെ വായിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ വേദപുസ്തകം കഥ പോലെയല്ല വായിക്കേണ്ടുന്നത്, മറിച്ച് നമ്മുടെ ദൈവം ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ ഇടപെട്ട വിധങ്ങളെ പലവിധമായ രീതികളിൽ അവതരിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. അവിടെ ഏറ്റവും മനോഹരമായി ദൈവാനുഭവത്തെ കുറിച്ചിടുന്ന വേദഭാഗം രേഖപ്പെടുത്തുന്ന പുസ്തകമാണ് പുറപ്പാട് പുസ്തകം. പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് ഏവർക്കും സുപരിചിതനായ ഒരു മനുഷ്യനുണ്ട്, വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ടവൻ മോശ. കുഞ്ഞുങ്ങൾക്ക് മോശയെക്കുറിച്ച് അറിയാമെന്ന് ഞാനിങ്ങനെ വിചാരിക്കുക. മോശയുടെ ജീവിതം ആരംഭിക്കുന്നിടത്ത് തൊട്ട് ദൈവത്തിൻ്റെ കരം അവൻ്റെ ജീവിതത്തിൻ്റെ അരികിലുണ്ട്. പക്ഷെ മോശ അത് കണ്ടില്ല. മോശ ജനിക്കുന്ന കാലഘട്ടത്ത് ദേശത്തിലെ ചക്രവർത്തി ഒരു കൽപ്പന പുറപ്പെടുവിച്ച്, എന്താ, ആൺകുഞ്ഞുങ്ങളെയൊക്കെയും കൊന്നൊടുക്കണം. അമ്മമാരൊക്കെ മാറത്തടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. എല്ലാ അമ്മമാരും കണ്ണുനീരോടുകൂടി തങ്ങളുടെ മക്കളുടെ മരണം കണ്ടു നിന്നു. അമ്മമാർക്ക് കുഞ്ഞുങ്ങളുടെ മരണം കാണുന്നതിലപ്പുറം ഒരു വേദനയുണ്ടോ? ഇല്ല. പക്ഷേ എല്ലാ അമ്മമാരും നിസ്സഹായരായി നിന്ന് എന്തു ചെയ്തു? തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മരണം കണ്ടു നിന്നു. എന്നാൽ ദൈവം മോശയ്ക്ക് കൊടുത്ത ആദ്യത്തെ അനുഗ്രഹം ഞാൻ പറയും, മോശയ്ക്ക് നട്ടലുള്ള ഒരു അമ്മയെ ദൈവം കൊടുത്തു. മോശയുടെ അമ്മയുടെ പേര് പറയാവോ? ഈ കോട്ടയം തൊട്ട് തെക്കോട്ടുള്ളവരെ കുറിച്ചൊരു ധാരണ, ചുമ്മാ ഒരു ധാരണ, അത് എനിക്കറിയാം, കാരണം ഞാൻ കോട്ടയംകാരനാണ്. വടക്കോട്ടുള്ളവർക്കൊരു ധാരണയുണ്ട്, വേദപുസ്തകമൊക്കെ ഇങ്ങനെ അരച്ച് കലക്കി ചുമ്മാ പടവാന്നുള്ളത് നമുക്കറിയാം. എന്നാലും ഞാനങ്ങ് ചോദിക്കുക, കാരണം എന്നാ, നമ്മൾ വേദപുസ്തകം വായിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ നോമ്പ് തുടങ്ങുമ്പം
ചിന്തിക്കും, ഈ വർഷം എന്നാക്ക് വന്നാലും ചാകുന്നതിന് മുമ്പ് വേദപുസ്തകം ഉൽപ്പത്തി അങ്ങോട്ട് വായിച്ചാൽ തുടങ്ങുമ്പോഴത്തേക്കിനാണ് ആണ്ട്രാ വംശാവലി നിർത്തും. എന്നാൽ ഇനി സുവിശേഷത്തിൽ നിന്ന് ആരംഭിക്കാം. മത്തായി അങ്ങോട്ട് തുടങ്ങുമ്പോൾ തന്നെ വംശാവലി നിർത്തി. എന്നാൽ വെളിപാടിൽ നിന്ന് പുറകോട്ട് വരാമെന്ന് നിർത്തിപ്പോൾ 13 കഴിഞ്ഞപ്പോൾ ഒരു വാഴക്കായി മനസ്സിലാകുന്നില്ല, നിർത്തി. അവസാനം എവിടെ വരും? അവസാനം വട്ടക്കാവുകാരൻ കറങ്ങി തിരിഞ്ഞ് വട്ടം കറങ്ങി എവിടെ വരും? സങ്കീർത്തനത്തിൽ വരും. 117 സങ്കീർത്തനവും 23 സങ്കീർത്തനവും നമ്മുടെ ആശ്രയം, എൻ്റെ രക്ഷയും എൻ്റെ പാറയും എൻ്റെ കോട്ടയും. ഇതല്ലാതെ ഇതിനപ്പുറത്തേക്ക് വേദപുസ്തകത്തിൻ്റെ ഒരു അപഗ്രഥനം നടത്തുവാൻ, വേദപുസ്തകം എന്താ? വേദപുസ്തകം അറിയുന്നവൻ ജീവിതത്തിൽ നിരാശപ്പെടത്തില്ല. അതൊരു വലിയ സത്യമാണ്. ജീവിതത്തിലെ ഏത് അനുഭവങ്ങളിലും വേദപുസ്തകം അറിയാവുന്ന ഒരുവൻ തകർന്നു പോകത്തില്ല. അത് സങ്കീർത്തനം മാത്രം വായിച്ചാൽ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് വരത്തില്ല. വേദപുസ്തകം ആദ്യോടൊന്ന് മനസ്സിലാക്കണം. ആർക്കെങ്കിലും പറയാവോ 100 രൂപ സമ്മാനം തരാം, അത് കൂടുതൽ തരാൻ ഇപ്പം നിവൃത്തിയില്ല? ഉറക്കപ്പറ. കണ്ണും കാണത്തില്ല, ചെവിയും കേൾക്കത്തില്ല. അതുകൊണ്ടാ എന്നാ നല്ല സുന്ദരി ഒരു അമ്മച്ചി അത് പറഞ്ഞത്. അമ്മച്ചിക്ക് ഒരു 100 രൂപ എൻ്റെ അടുക്ക വരണം കേട്ടോ, തരാം. യോഖേബേദ്, ആ പേരത്ര പരിധിയുള്ളതല്ല. എന്നാൽ ഞാൻ പറയും, മോശയ്ക്ക് ദൈവം കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹം അതാ പറഞ്ഞത്. നമ്മുടെ ദൈവം തന്ന പല അനുഗ്രഹങ്ങളെയും, നമ്മുടെ കൈ ഒന്ന് നീട്ടിയാൽ തൊടാവുന്ന പല അനുഗ്രഹങ്ങൾ നമ്മൾ കാണാറില്ല. ദൈവം മോശയ്ക്ക് കൊടുത്ത ആദ്യത്തെ അനുഗ്രഹമാണ് അവൻ്റെ അമ്മ. ഷീ ഡിഡ് ഹെർ ലെവൽ ബെസ്റ്റ് ടു പ്രൊട്ടക്ട് ദ ബേബി. അവൾ എന്ത് ചെയ്തു? മറ്റമ്മമാരെ പോലെ കരയുകയല്ല, നിലവിളിക്കുകയല്ല. അവൾ എന്ത് ചെയ്തു? തനിക്ക് ഒളിപ്പിച്ചു വെക്കാവുന്നിടത്തോളം തൻ്റെ ആൺകുഞ്ഞിനെ അവൾ ഒളിപ്പിച്ചു വെച്ചു. എല്ലാ അമ്മമാരും മരണം കണ്ടു നിന്നപ്പം യോഖേബേദ് എന്ത് ചെയ്തു? തൻ്റെ മാർവിടത്തിൽ ഒളിച്ചു വെക്കാവുന്നിടത്തോളം തൻ്റെ ഭവനത്തിൽ കുഞ്ഞിനെ ഒളിപ്പിച്ചു. പക്ഷേ വീണ്ടും സൈന്യത്തിൻ്റെ പരിശോധന ശക്തമായി, കഠിനമായി. ഇനിയും ഒളിപ്പിച്ചു വെക്കുവാൻ തൻ്റെ ഭവനം പോലും മതിയാകാതെ വന്നപ്പം യോഖേബേദ് ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അവൾ എന്ത് ചെയ്തു? ഞാങ്ങണ കൊണ്ട് ഒരു പെട്ടകമുണ്ടാക്കി. ആ പെട്ടകം വെള്ളമുള്ളിൽ കടക്കാതെ വണ്ണം കീലും പശയും തേച്ച് അതിനെ ഭദ്രമാക്കി. അമ്മമാർ ചെവി തുറന്ന് കേട്ടോണം. ഇന്ന് ഉച്ച കഴിഞ്ഞ് 3:30 തൊട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് പറഞ്ഞു, ജീവിതമാണ് ലഹരി. ഇങ്ങനെയുള്ളൊരു ലോകത്തിൽ, ലഹരി വ്യാപിക്കുന്ന ലോകത്തിൽ, ദുഷിപ്പിച്ച് കളയുന്ന ലോകത്തിൽ, വ്യർത്ഥത നിറഞ്ഞ ലോകത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുമ്പം അമ്മമാരൊരു പെട്ടകമുണ്ടാക്കണം. ആ പെട്ടകത്തിന് വിശ്വാസം കൊണ്ടൊരു പെട്ടകമുണ്ടാക്കി നിങ്ങളുടെ കണ്ണുനീരാകുന്ന പശ കൊണ്ട് ലോകത്തിൻ്റെ കളങ്കം അതിൽ ഉള്ളിൽ കടക്കാതെ വണ്ണം ആ പെട്ടകത്തെ ഭദ്രമാക്കണം. യോഖേബേദ് ഒരു പെട്ടകമുണ്ടാക്കി, കീലും പശയും തേച്ച് ആ പെട്ടകത്തെ ഭദ്രമാക്കി. മോശെ അതിൽ കിടത്തി. പിതാക്കന്മാർ അതിന് നിർവചനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, ശോശപ്പ കൊണ്ട് മൂടുന്ന വണ്ണം ആ ഞാങ്ങണപ്പെട്ടിയെ അമ്മ മൂടി. എന്നിട്ട് എന്ത് ചെയ്തു? ഷീ ലോഞ്ച് ഹെർ ദ infant baby in the perilous water of the Egyptian land. ഒഴുകുന്ന തിരമാലകളുള്ള ഈജിപ്തിൻ്റെ നദികളിലേക്ക് ഈ കുഞ്ഞിനെ അമ്മ ഒഴുക്കി വിട്ടു. ഞാങ്ങണയിൽ ഒഴുകിയ കുഞ്ഞ് എവിടെ ചെന്നു? രാജ്ഞിയുടെ കൊട്ടാരത്തിലെത്തി. ദൈവത്തിൻ്റെ പരിപാലനത്തിന് രാജ്ഞി അവനെ എടുത്തു. അവൻ ആരാ മുലയൂട്ടിയത്? അമ്മ. ഒരു കുഞ്ഞിനെ അന്തസ്സുള്ളവനാക്കുന്ന ഞാൻ പറയും അവൻ്റെ അമ്മയുടെ മുലപ്പാല. അതുകൊണ്ട് തന്നെ ദൈവം ആ അനുഗ്രഹത്തെ മുടക്കിയില്ല. ആര് തന്നെ അവന് മുലപ്പാൽ കൊടുത്തു? യോഖേബ് തന്നെ കൊടുത്തു. മോശ വളർന്നു. മോശ കൊട്ടാരത്തിൽ ഈജിപ്ഷ്യൻ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ PhD എടുത്തവനായിരുന്നു മോശ. എല്ലാ യൂണിവേഴ്സിറ്റി PhD എടുത്തിട്ട് മോശ കൊട്ടാരത്തിലൂടെ നടക്കുമ്പം അവനൊരു കാഴ്ച കണ്ടു. 2 പേരുടെ തർക്കം പരിഹരിച്ചത് എങ്ങനെയാ? ഒരുവനെ കൊന്ന് മണലിൽ പൂഴ്ത്തി. കഥയൊന്നും വിസ്തരിച്ച് ഞാൻ പറയുന്നില്ല. 2ാമത് തർക്കം തീർക്കാൻ ചെന്ന മോശയോട് അവൻ ചോദിച്ചു, നീ മറ്റവനെ കൊന്നതുപോലെ ഞങ്ങളെയും കൊന്നുകളെ. മോശ എന്ത് ചെയ്തു? ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു. മോശ പിന്നെ കൊട്ടാരത്തിൽ നിന്നില്ല, ഒറ്റ ഓട്ടം ചെന്ന് നിന്ന് എവിടെയാ? ഇത്രോവിൻ്റെ ആടുകളുടെ അടുക്കൽ. ഏറ്റവും നല്ല പരിശീലനം കിട്ടാൻ മതിയായ സ്ഥലം. ദൈവം മോശയെ 40 വർഷം ആടുകളുടെ ചവിട്ടുകൊള്ളാൻ വിട്ടു. 40 വർഷത്തെ ആടുകളുടെ പരിപാലനം ഏറ്റെടുത്ത മോശ കണ്ട അഘോരമായൊരു കാഴ്ചയുണ്ട്. എന്താ? മുൾപ്പടർപ്പിൽ എരിയുന്ന തീ. മോശയെ ദൈവം വിളിച്ചു, മോശ അനിസാധാരണമായ ഒരു കാഴ്ച കണ്ട് മുൾപ്പടർപ്പിനരികിലേക്ക് ചെന്നു. ദൈവം മോശയോട് സംസാരിച്ചു. ദൈവത്തെ അജ്ഞാതമായിരുന്ന മോശയ്ക്ക് ദൈവം ആദ്യം
വെളിപ്പെടുന്നത് കത്തുന്ന മുൾപ്പടർപ്പിലാണ്. ഇത് നിങ്ങൾ ഓർത്ത് വെച്ചോണം. ദൈവത്തെ അജ്ഞാതമായിരുന്ന മോശയ്ക്ക് ദൈവം ആദ്യം വെളിപ്പെടുന്നത് കത്തുന്ന വലിയ മുൾപ്പടർപ്പിലാണ്. മോശയോട് ദൈവം പറഞ്ഞു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ അൺടൈ യുവർ സാൻഡൽസ്, നിന്റെ കാലിൽ നിന്ന് ചെരുപ്പൂരിക്കളക. എന്താ അതിൻ്റെ അർത്ഥമെന്നറിയാവോ? നിന്റെ ഇത്രയും നാളത്തെ PhD ഡിഗ്രി എനിക്ക് വേണ്ട, നിന്റെ ഇത്രയും നാളത്തെ സമ്പാദ്യം എനിക്ക് വേണ്ട, നീ ഇത്രയും നാൾ പഠിച്ച നിന്റെ ആയോധന കലകൾ എനിക്ക് വേണ്ട. പച്ചയായ മനുഷ്യനായി നിന്നെ തന്നെ എൻ്റെ മുൻപാകെ സമർപ്പിക്കാം. കാരണം വീണ്ടെടുപ്പിന് എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ദൈവം ആരെ വിളിച്ചു? മോശയെ വിളിച്ചു. മോശ ഇറങ്ങി പുറപ്പെട്ടു. അവൻ പറഞ്ഞു, അത്രയും നാൾ തൻ്റെ ബലത്തിലൂന്നിയ മോശ 40 വർഷത്തെ സെമിനാരി വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് യഹോവയായ ദൈവത്തോട് പറഞ്ഞു, ഞാൻ മിക്കനും തടിച്ച നാവുള്ളവനുമായി. ഈ നോമ്പിൽ നമ്മൾ പലപ്പോഴും പറയാതെ പറയുന്ന കുമ്പിടുമ്പോഴിതാ ദൈവസന്നിധി പറയുന്നത്, ഞാൻ അയോഗ്യനാ, ദൈവം മുൻപാകെ പലതിനും എനിക്ക് അസാധ്യമാ, പക്ഷെ എൻ്റെ വീണ്ടെടുപ്പുകാരൻ എൻ്റെ ജീവിതത്തിനരികെ നിൽപ്പുണ്ട്. ക്രിസ്തു പോലും കുരിശിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കെദ്രോൻ തോട്ടത്തിൽ അപ്പുറത്ത് പ്രാർത്ഥനയിൽ ജാഗരണത്തിലായിരിക്കുന്ന സമയത്ത് കണ്ണുനീരൊഴുക്കുമ്പം വേദപുസ്തകത്തിൽ പറയുന്നു, അവനെ ആശ്വസിപ്പിക്കേണ്ടതിന് ഒരു ദൂതൻ അരികെ നിന്നു. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ജീവിതത്തിനരികെ നിൽപ്പുണ്ട്. ദൈവത്തിൻ്റെ ജനത്തെ വീണ്ടെടുക്കുന്നതിന് മോശയെ തിരഞ്ഞെടുത്തു. മോശ പോയി. മോശയെ ദൈവം ആ മിസ്രൈമി ദേശത്തിലേക്ക് അയച്ചിട്ട് ജനത്തെ വിടുവിച്ചു കൊണ്ടുവരിക. മുഴുവൻ കഥയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ വിടുവിച്ചു കൊണ്ടുവന്ന മോശയെക്കുറിച്ച് ആ വേദപുസ്തകം, പുറപ്പാട് പുസ്തകം രേഖപ്പെടുത്തി ഇങ്ങനെയാണ്: ജനത്തെയും കൊണ്ട് മോശ നടന്ന് പിറുപിറുക്കുന്ന ജനത്തെയും കൊണ്ട് ഓടി ശത്രു സൈന്യത്തെ ഭയന്ന് മോശ എവിടെയെത്തി? ചെങ്കടലിന് മുൻപിൽ വന്നു. ഇനി ഇതെങ്ങനെ കടക്കും? ജനം കാത്തു നിന്നില്ല. ജനം ആർക്ക് നേരെ പിറുപിറുത്തു? മോശയ്ക്ക് നേരെ പിറുപിറുത്തു. ജനം മോശയ്ക്ക് നേരെ പിറുപിറുക്കാൻ തുടങ്ങി. അത് നമ്മുടെ സ്വയസിദ്ധമായ ശൈലിയാണ്. ഇന്ന് സഭാജീവിതവും ആരാധനാ ജീവിതവും ആത്മീയ ജീവിതവും ഒരുപാട് ദുഷിക്കപ്പെടുമ്പം നിങ്ങൾ ആദ്യം പറയും, കാരണക്കാരാരാ? ITI-കാരൻ പറയുന്നതിനോട് ചേർന്ന് പറയും, കാരണക്കാരാരാ? ഒറ്റ മെത്രാന്മാർ കൊള്ളുകയില്ല. ഇപ്പോൾ റമ്പാന്മാർക്കും ഇറങ്ങി നടക്കാൻ മേലാത്ത കാലമാണ്. ഒറ്റ അച്ഛന്മാരും ചൊവ്വില്ലാത്ത അച്ഛന്മാരാ. അപ്പം നിങ്ങളാരാ? നമുക്കെന്തിനും ഏതിനും ഒരു കാരണമുണ്ട്. പണ്ട് ആശുപത്രിയിലോട്ട് തെങ്ങേന്ന് വീണ ഒരാളെ കൊണ്ട് ഓടിച്ചെന്നു. അവിടെ നിന്ന് ഡോക്ടർക്ക് എല്ലാത്തിനും എടുത്തിയാട്ടവാ. ആ എടുത്തോണ്ട് ചെന്നപ്പോഴത്തേക്കിനും ഡോക്ടർ അച്ഛനോട് ചോദിച്ചു, ഇപ്പോഴാണോടോ ആശുപത്രിയിലോട്ട് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു, എൻ്റെ പൊന്നു ഡോക്ടറെ, തെങ്ങേന്ന് വീണ് കിട്ടിയാലല്ലോ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. നമുക്കെന്തിനു വേദനം ചിന്തിക്കുന്നതിന് മുമ്പ് മറ്റുള്ള ഒരാളിൽ ആരോപിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. മോശയ്ക്കെതിരെ ജനം പിറുപിറുത്തു. പക്ഷേ ചെങ്കടലിന് മുൻപ് കൊണ്ടുവന്നത് ആരാ? യഹോവയായ ദൈവം. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നു, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. ദൈവം ജനത്തിനെ സ്നാനം കഴിപ്പിക്കേണ്ടതിനാണ് ചെങ്കടലിന് മുൻപിൽ കൊണ്ടുവന്നത്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: മോശ ദൈവം കൊടുത്ത വടിയെടുത്ത് ചെങ്കടലിന് നേരെ നീട്ടി, ചെങ്കടൽ 2ആയി പിളർന്നു. മോശ നയിച്ച ജനം ചെങ്കടലിൽ ഉണങ്ങിയ നിലത്ത് ഇറങ്ങി. വെള്ളം ഭിത്തി പോലെ നിന്നു. മോശയ്ക്ക് പിന്നാലെ ജനം മുഴുവൻ മറികടന്നു. മോശയുടെ ജനത്തിൻ്റെയും പുറകെ ഓടി വന്ന ഫറവോനും സൈന്യവും എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? അവർ ജലത്തിൽ മുങ്ങിപ്പോയി. എന്താണ് ഇതിൻ്റെ ആത്മീയ അർത്ഥമെന്നറിയാവോ? ഇതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, മേഘത്തിലൂടെയും ജലത്തിലൂടെയും ദൈവം സ്നാനം കഴിപ്പിച്ച ജനം, ദൈവം വീണ്ടെടുത്ത ജനം. അവിടെ പറയുന്നുണ്ട്, പുറകെ ആരുണ്ട്? ഫറവോയുണ്ട്, അവൻ്റെ കുതിരകളുണ്ട്, കുതിരകളുടെ തേരുണ്ട്, രഥങ്ങളുണ്ട്, കുന്തമുണ്ട്, വാളുണ്ട്, വടിയുണ്ട്, കവണയുണ്ട്. പിതാക്കന്മാർ ഇതിന് നിർവചനം എഴുതുന്നത്, പ്രത്യേകിച്ച് കപ്പദോക്യൻ പിതാക്കന്മാർ ഇതിന് നിർവചനം പറയുന്നിടത്ത് പറയുന്നുണ്ട്, ഫറവോന്റെ സൈന്യം നമ്മുടെ ജഡത്തിൻ്റെ പിന്നാലെ പോരുന്ന ഓരോ കാമനകളാ. അടങ്ങാത്ത ഫറവോയുടെ കുതിര അടങ്ങാത്ത ആസക്തികളെ സൂചിപ്പിക്കുന്നതാ. ഫറവോയുടെ സൈന്യത്തിൻ്റെ കയ്യിലിരിക്കുന്ന കവണ നമ്മൾ പറയുന്ന ഓരോ ദൂഷണങ്ങളുമാ. ഈ ഓരോ ശരീരത്തിൻ്റെ കാമനകളെയും ആസക്തികളെയും ദൈവം വെള്ളത്തിൽ മുക്കിക്കളഞ്ഞു. ഇതാണ് പഴയ നിയമത്തിലെ സ്നാനത്തിൻ്റെ അർത്ഥം. ഇത് തന്നെയാണ്
പരിശുദ്ധ പുതിയ നിയമത്തിൻ്റെ വിശ്വാസികളായ പരിശുദ്ധ സഭയുടെ മക്കളായ നമ്മൾ മാമോദീസായിലൂടെ ഏറ്റത്. വെള്ളത്തിൽ മുങ്ങി ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനോടുകൂടി എഴുക്കുന്ന നമുക്ക് ഇത് പറയാൻ സാധിക്കണം: ഞാൻ എൻ്റെ ക്രിസ്തുവിനോടുകൂടെ സ്നാനമേറ്റത് കൊണ്ട് ജഡത്തിൻ്റെ എല്ലാ ആസക്തികളെയും ഫറവോയുടെ എല്ലാ രഥങ്ങളെയും കുന്തങ്ങളെയും കുതിരകളെയും ഈ ജലത്തിൽ മുക്കിക്കളയും. മറ്റൊരു കൽപ്പന കൂടെ കൊടുക്കുന്നുണ്ട്: പുളിച്ച മാവിനെ എടുക്കരുത്. എന്താ ഇതിൻ്റെ അർത്ഥം? പഴയ ജീവിതത്തിലെ യാതൊന്നും ഇനി പുതിയ ജീവിതത്തിലേക്ക് ചേർക്കരുത്. നിങ്ങളെല്ലാവരും കുമ്പസാരിക്കാൻ തയ്യാറാകുകയാണെന്ന് ഞാനങ്ങ് വിചാരിക്കുക. കാരണം എന്തിനാ കുമ്പസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ പല ഉത്തരങ്ങളുണ്ട് അല്ലേ? ഈ മാർച്ച് മാസം അവസാനിക്കുമ്പം പള്ളിയിലെ പൊതുയോഗമുണ്ട്. അപ്പോൾ എന്നോട് ഈ ഒരു ചെറുപ്പക്കാരൻ, ഞാൻ കഴിഞ്ഞ വർഷം ഒരു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ വാർഡനായിരുന്നു. അപ്പോൾ എന്നോട് ഒരു ചെറുപ്പക്കാരൻ ഒരു ദിവസം കാപ്പ എടുത്തു തന്നപ്പോൾ അവനോട് പറഞ്ഞു, എനിക്ക് അച്ഛനാകണമെന്ന് ചെറുപ്പത്തിൽ വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ ചോദിച്ചു, എന്നാ കാര്യം? ഒന്ന്, ഈ കാപ്പ ഇടാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. രണ്ട്, ഈ കുമ്പസാരം നിങ്ങൾക്ക് കേൾക്കാമല്ലോ, മറ്റൊരാളുടെ ജീവിതത്തിലെ പാപം നിങ്ങൾക്ക്, പിന്നെ എവിടെ ചെന്നാലും നല്ല ഭക്ഷണം അല്ലേ? തല കുലുക്കുന്ന കണ്ടപ്പോഴേ മനസ്സിലായി നിങ്ങളിതെല്ലാം വീട്ടിൽ ഇരുന്ന് പറയുന്ന കാര്യമാണ്. ഞാൻ പറയാം, ഒരച്ഛൻ എന്ന നിലയിൽ രണ്ടാമത് പറഞ്ഞ ആ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഞാൻ എൻ്റെ കാര്യം, ഇവരെൻ്റെ ഒത്തിരി സീനിയേഴ്സാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം, റംബാച്ചൻ ഉൾപ്പെടെ. ഒന്ന്, ദൈവം എനിക്കൊരു വലിയ അനുഗ്രഹം തന്നു. എനിക്കിപ്പോൾ ഇടവകയൊന്നുമില്ല. എനിക്കൊരു കൊച്ച് അരമന ചാപ്പലാണ്. അവിടെ 10-35 പ്രായമുള്ള ആളുകൾ വരും. അവർ വരും, കുർബാന അർപ്പിക്കും, ഞങ്ങളെല്ലാവരും സന്തോഷമായിട്ട് പിരിയും. അല്ലാത്ത ദിവസങ്ങളൊക്കെ എനിക്കൊരു 9 ആടും, ഒരു പോത്തും, 2 പശുവും, 5-8 കോഴിയൊക്കെ ഉണ്ട്. ഞാൻ അവരുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു അച്ഛനാണ്. അതുകൊണ്ട് ഇപ്പം ഈ ഒരു വലിയ പ്രയത്നം എനിക്ക് വേണ്ട. ഒരച്ഛനെ സംബന്ധിച്ചുകൊണ്ട് ഏറ്റവും ദുഷ്കരമായ ഒരു കൂദാശയാണ് കുമ്പസാരം എന്ന് പറയുന്ന കൂദാശ. കാരണം വേറൊന്നുമല്ല, സത്യകുമ്പസാരം നടത്തുന്ന ഒരു മനുഷ്യനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. ഈ കള്ളക്കുമ്പസാരം നടക്കുന്നവൻ്റെ മുമ്പിൽ കുനിഞ്ഞിരിക്കുന്നതിനോളം വലിയൊരു പ്രശ്നം അത് ഞങ്ങൾ ഹൈമേനിക്കായിട്ടുണ്ട്. വല്ലതും പറയാമോ? അച്ഛൻ ഓർമ്മിപ്പിച്ചു, എൻ്റെ ഇടവക സ്ഥാപിച്ചത് പാമ്പാട് തിരുമേനിയാണ്. മലങ്കര സഭയിലെ ദുർവാസാവിന് സമയം ദേഷ്യമുള്ള ആളായിരുന്നു യുവാനിസ് തിരുമേനി. യുവാനിസ് തിരുമേനി 11.5 വർഷം എൻ്റെ പള്ളിയിലെ അച്ഛനായിരുന്നു, വികാരിയായിരുന്നു. തിരുമേനി ഒരിക്കൽ കുമ്പസാരിപ്പിച്ചുകൊണ്ടിരുന്നപ്പം ഒരാൾ പൊതുയോഗത്തിന് വേണ്ടി കുമ്പസാരിക്കാൻ തിരുമേൻ്റെ മുമ്പിൽ മുട്ടുകുത്തിട്ട് പറഞ്ഞു, ഞാനങ്ങനെ പ്രത്യേകിച്ച് പാപമൊന്നും ചെയ്തിട്ടില്ല. തിരുമേനി ചാടി എഴുന്നിട്ട് കസേര ഒറ്റയേറെടുത്തിട്ട് പറഞ്ഞു, കപ്പേരോട് പറഞ്ഞു, ആ തിരശ്ശീലയും കൊണ്ട് മാറ്റി ഇവനെ ആ ത്രോണാസിലോട്ട് എടുത്ത് നമുക്ക് ധൂപം വെക്കാമെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ ആരും വിചാരിക്കരുത്, അച്ഛന്മാർ ഇത് വളരെ ആനന്ദപൂർവ്വം നടത്തുന്ന ഒരു കൂദാശയാണ്, വളരെ അനുഗ്രഹിക്കപ്പെട്ട കൂദാശ. പക്ഷേ ഇന്ന് നമ്മുടെ വിശ്വാസികളത് എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് വളരെ സുപ്രധാനമായൊരു ചോദ്യമാണ്. 2 പറയും, എവിടെ ചെന്നാലും നല്ല ഭക്ഷണം, അതും വലിയൊരു ദുർഗതിയാണ്. എല്ലാ പുരാതന ക്രിസ്തീയ വീടുകളിലും ഒരു സാധനമുണ്ട്, മീൽ സേഫ് അല്ലേ? മീൽ സേഫിനകത്ത് നമ്മൾ കുറേ സാധനം വെച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ 2ാമത്തെ വരവിന് വേണ്ടി വെച്ചിരിക്കുന്നൊരു പ്ലേറ്റും കർത്താവിൻ്റെ 2ാമത്തെ വരവിന് വേണ്ടി മാത്രം വെച്ചിരിക്കുന്നൊരു ഗ്ലാസും. അച്ഛൻ അങ്ങോട്ട് വരുമ്പം ആ ഗ്ലാസ്സിലെടുത്ത് അങ്ങോട്ട് സ്ക്വാഷ് അങ്ങോട്ട് ആഞ്ഞ അമ്മമ്മ കലക്കും. ഇതുകൊണ്ടെന്ന് അച്ഛൻ മൂക്കേലോട്ട് വെക്കുമ്പോൾ അറിയാം 12 വർഷമായിട്ട് പാറ്റ കുടുംബയോഗം നടത്തിയ ഗ്ലാസ്സായത്. ഇതാണ് ആൾക്കാർ പറയുന്നത് അച്ഛനായാൽ. അതുകൊണ്ട് എനിക്കത്ര വലിയ ഈ 2 കാര്യത്തിൽ പൊലിമയൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. പോകട്ടെ, ചിലർ ഉറങ്ങാൻ തുടങ്ങിയതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഉറക്കമൊക്കെ എഴുന്നേറ്റല്ലോ. മോശ പഴയ ജീവിതത്തെ ഉപേക്ഷിക്കേണ്ടതിന് യഹോവയുടെ കൽപ്പന കൊടുത്തു, പുളിച്ച മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ചേർക്കരുത്. മിസ്രൈമിലെ ജീവിതത്തിൻ്റെ ഒരു അംശവും നിങ്ങളുടെ പുളിച്ച മാവ് കൊണ്ട് തന്നെ നിങ്ങളെ തന്നെ ഒരുക്കണം. ഈ കൽപ്പന കൊടുത്ത് ദൈവജനത്തെ വീണ്ടെടുത്തു. ദൈവം ജീവിതത്തിൻ്റെ വീണ്ടെടുപ്പുകാരനായി അടുത്ത് നിന്ന് ഈ മനുഷ്യര് ദൈവം വാഗ്ദത്തം ചെയ്ത ദേശത്തിലേക്ക് പ്രവേശിക്കാൻ പോകുമ്പം മോശ കനാൻ കാണാൻ ഇടയായില്ല. പക്ഷെ യോശുവയും കാലേബും പറഞ്ഞ ഒരു വാക്യമുണ്ട്, യഹോവ നമ്മോട് കൂടി ഉണ്ട് എങ്കിൽ നമുക്കത് അവകാശമാക്കാൻ സാധിക്കും. 12 പേര് പോയി, 10 പേര് പറഞ്ഞു സാധിക്കത്തില്ല. പക്ഷെ 2 പേര് പറഞ്ഞു, യോശുവയും കാലേബും പറഞ്ഞു, യഹോവ നമ്മുടെ ജീവിതത്തിൻ്റെ വീണ്ടെടുപ്പുകാരൻ, അവൻ നമ്മുടെ പക്ഷത്തുണ്ട് എങ്കിൽ സൈന്യം എത്ര പ്രബലമായിരുന്നാലും അതിലേക്ക് ദൈവം നമ്മെ പ്രവേശിപ്പിക്കും. ഞാൻ പറഞ്ഞു, ക്രൈസ്റ്റ് ദ ലിബറേറ്റർ, വീണ്ടെടുപ്പുകാരന ദൈവം ജീവിതത്തിൻ്റെ അരികിലുണ്ട്. മർത്തോമ സഭയിലെ വിശ്വാസികൾ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുക.
നിങ്ങൾക്കും നല്ലൊരു തിരുമേനി ഉണ്ടായിരുന്നു, കാലം ചെയ്ത തെയോഫിലോസ് തിരുമേനി. തിരുമേനി ഒരു സ്ഥാപനം തുടങ്ങി, തരംഗം. സാധാരണഗതി മർത്തോമാക്കാർ ശില്പങ്ങളൊന്നും അങ്ങനെ വെക്കാറില്ല. തിരുമേനി പക്ഷേ ആ തരംഗം സെൻറ്ററിൽ ഒരുപാട് ശില്പങ്ങൾ സ്ഥാപിച്ചു. അതിലൊരു സ്റ്റാച്ചു ഇതാണ്, താന്നു പോകുന്ന പത്രോസിനെ, വെള്ളത്തിൽ താന്നു പോകുന്ന പത്രോസിനെ കയ്യെ പിടിക്കുന്ന കർത്താവാ. ആ ശില്പം സ്ഥാപിച്ചിട്ട് തിരുമേനി ആ ശില്പത്തിൻ്റെ ഒരു ടൈറ്റിലും കൊടുത്തു, ക്രൈസ്റ്റ് ദ ലിബറേറ്റർ, മുങ്ങിപ്പോകുന്നവനെ വീണ്ടെടുക്കുന്നവനായ കർത്താവ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ കൊണ്ട് എന്ത് കാര്യമെന്ന് ചോദിച്ചാൽ ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. വീണു പോകുന്ന പല അനുഭവങ്ങൾ നമുക്കുണ്ട്, താണു പോകുന്ന പല അനുഭവങ്ങളുണ്ട്. ശത്രുവിൻ്റെ മേൽ ആധിപത്യം നമുക്ക് സ്ഥാപിക്കാൻ കഴിയാതെ വണ്ണം അവൻ്റെ മുൻപാകെ പട്ടുപോയ, അച്ഛൻ പറഞ്ഞു, അരുതാത്ത കാഴ്ചയ്ക്ക് മുൻപിൽ പെട്ടുപോയ, അരുതാത്ത കേൾവിയുടെ മുൻപാകെ നിന്നുപോയ, അരുതാത്തതിന് മുൻപാകെ സംസാരിച്ചു പോയ പല അനുഭവങ്ങൾ നമുക്കുണ്ടാകുമ്പം നമ്മുടെ കണ്ണ് തുറക്കണം. ജീവിതത്തിൻ്റെ അരികെ താണു പോകുമ്പം കൈ ഉയർത്തിപ്പിടിക്കാൻ ആരുണ്ട്? വാട്ട് ക്യാൻ ഐ ഡു വിത്ത് മൈ ജീസസ് എന്ന് ചോദിച്ചാൽ, മൈ ക്രൈസ്റ്റ് ഈസ് ദ ലിബറേറ്റർ. എൻ്റെ ക്രിസ്തു എൻ്റെ ജീവിതത്തിൻ്റെ വീണ്ടെടുപ്പുകാരൻ. അതുകൊണ്ട് ചെറുപ്പക്കാരോട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, എന്തിനാണ് ക്രിസ്തുവിനെ ജീവിതത്തോട് ചേർത്ത് നിൽക്കേണ്ടുന്നത്? വീഴും നിശ്ചയം. ജീവിതത്തിൽ എന്തുണ്ടാകും? നമുക്ക് താളപ്പിഴകളുണ്ടാകും. പക്ഷെ താളപ്പിഴകൾ ഉണ്ടാകുമ്പോൾ ഓർക്കണം, കൈ ഉയർത്തിയാൽ എനിക്ക് ബലമായിട്ട് പിടിക്കാൻ ആരേ ഉള്ളൂ? എൻ്റെ കർത്താവേ ഉള്ളൂ. ഇന്ന് ചെറുപ്പക്കാരൊക്കെ പള്ളി വിട്ടു പോകുന്നു, രാജ്യം വിട്ടു പോകുന്നു എന്നുള്ള പരാതികൾ ഇങ്ങനെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുക. അവരെവിടെ വേണമെങ്കിലും പോകട്ടെ, അവരുടെ ജീവിതത്തെ ഭദ്രമാക്കേണ്ടതിന് എവിടെ വേണമെങ്കിലും പോകട്ടെ. പക്ഷെ പോകുന്ന കൂട്ടത്തിൽ അവർക്ക് ആരെ കൂടെ കൊടുത്തുവിടണം? നല്ലൊരു സഖിയായി ക്രിസ്തുവിനെ കൊടുത്തുവിടണം. കുഞ്ഞുങ്ങൾ സിനിമയൊക്കെ കാണുന്നവരാണോ? അക്കാര്യത്തിൽ ഒരു കോംപ്രമൈസിലെന്ന് എനിക്കറിയാം. ഈ അടുത്തിടെ വലിയ ഹിറ്റായ ഒരു സിനിമയാണ് എന്നാ താൻ കേസുകൂട്, അല്ലേ? കണ്ടോ? ഹൊയ്യോ, വിജയച്ചൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എന്നാ വിശ്വാസികളാണ്. ഞങ്ങൾ ടി വി തുറക്കുക പോലും കുഴിയിലോട്ട് കാലിന്നിരിക്കുന്ന അമ്മച്ചി പോലും ഇപ്പോൾ ഫേസ്ബുക്കിൽ നിന്ന് ഇറങ്ങാത്ത സമയമാണ്. അപ്പോഴാണ് ഞങ്ങളാരും ആ സിനിമ ഞാൻ കണ്ടു, എനിക്കിഷ്ടപ്പെട്ടു. അതിലെ ആ മജിസ്ട്രേറ്റും വക്കീലന്മാരും ഒക്കെ ഉള്ളൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ ആ വക്കീൽ, ശരിക്കുള്ളൊരു വക്കീൽ, അദ്ദേഹം പറഞ്ഞു, കാസർഗോഡ് കോടതിയിൽ ഒരു കേസ് വന്നു. ഒരു ഫ്രീക്കൻ ചെറുപ്പക്കാരൻ, അതായത് മുടിയൊക്കെ ഇങ്ങനെ ക്ലോസറ്റ് കഴുകുന്ന ബ്രഷ് പോലെ പരത്തിയവൻ, അവൻ്റെ അരക്ക് കിഴിപ്പ് എല്ലാം കാണാവുന്ന പോലെ പാൻറ്റിട്ടവൻ, അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു പെറ്റി കേസ് കോടതി വന്നു. ചെറിയ കേസാണ്. ശിവൻ കോടതിയിൽ ഹാജരായ ദിവസം ഇട്ട ടീഷർട്ടിൽ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ തിരിച്ചറിയാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി, അവരുടെ ടീഷർട്ടെ നോക്കിയാൽ മതി. അവൻ്റെ സ്വഭാവം എന്നാന്നുള്ളത് അവൻ്റെ തലയും അവൻ്റെ ടീഷർട്ടും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം അവൻ്റെ സ്വഭാവം എന്നാന്ന് ആ ടീഷർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്വന്തം പെങ്ങളെ എലിവേഷൻ കൊടുത്ത് ഐസ്ക്രീമിൽ എലിവേഷൻ കലർത്തിക്കൊന്ന ആൽവിൻ അവനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയപ്പോൾ അവൻ്റെ ടീഷർട്ടിൽ എഴുതുന്നു ഫ്രോസൺ, മരവിച്ചവൻ. അവൻ അത് തന്നെയാണ് ഇടേണ്ടിയ ടീഷർട്ട്. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ ടീഷർട്ടിൽ അവൻ എഴുതി വെച്ചിരിക്കുന്ന വാക്യം ഇതാണ്: ഐ വാസ് ബോൺ വിത്ത് ഇൻ്റലിജൻസ് ബട്ട് എഡ്യൂക്കേഷൻ റൂയിൻഡ് മീ. ഞാൻ ജനിച്ചത് ബുദ്ധിയുള്ളവനായിട്ടാണ്, പക്ഷെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്നെ നശിപ്പിച്ച് കളഞ്ഞു. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഒരു ബുള്ളറ്റ് കൊണ്ടുവന്നു. ആ ബുള്ളറ്റിന് സൈലൻസർ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയത്തില്ല, അത്രയ്ക്ക് ഒച്ചയാണ്. ആ ബുള്ളറ്റിൻ്റെ സൈലൻസറിൽ അവൻ വാചകം എഴുതി വെച്ച് ഞാൻ ഒരുപാട് ചിരിച്ചു. ആരും ഒരിക്കലും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിൽ ഒരു ഭ്രാന്തനെ പോലെ. ഇതാണ് ഇന്നത്തെ ചെറുപ്പക്കാരുടെ നിർവചനം. അവൻ എവിടെയും ഭ്രാന്തനെ പോലെ പോകട്ടെ, പക്ഷേ വീഴുന്ന ഒരു സന്ദർഭം വരുമ്പം അവനോട് പറഞ്ഞു കൊടുക്കണം, ജീവിതത്തിൽ വീണു പോയാൽ ഒരുപക്ഷെ നമ്മുടെ കൂടെ നിൽക്കുന്നവർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, പൂക്കോട് സംഭവം, ഈ യൂണിവേഴ്സിറ്റിയിൽ നടന്ന സംഭവം. അടുത്തിടവേ ഇതിൻ്റെ വാർത്തകൾ അറിയാൻ വേണ്ടി ഞാൻ വാർത്ത വെച്ച് നോക്കിയപ്പം ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ഇന്ന് ഓരോ ചാനലുകളാണ്. അതുകൊണ്ട് ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവർക്ക് ഉചിതമായ വാർത്തകൾ കൊടുക്കുമ്പം അവൻ്റെ കൂടെ പഠിച്ച കുറേ ആൺകുട്ടികൾ നിന്ന് പറയുക, അങ്ങനെ അവന് 3 ദിവസമൊന്നും ഭക്ഷണം അടിച്ചു എന്നുള്ളത് ശരിയാ, 3 ഓണം ഭക്ഷണം കൊടുക്കാതെ ഇരുന്ന്. ഇങ്ങനെ നിർഗുണന്മാരായ കൂട്ടുകാരുള്ളിടത്ത് നമ്മുടെ വീഴ്ചകളിൽ ഒരു പക്ഷേ അവർ പറയും, ഞാൻ നിന്നെ അറിയുന്നില്ല. അപകട സാധ്യതകളിൽ അപരിചിതത്വം കാണിക്കുന്നവനാണ് ഏറ്റവും വലിയ ശത്രു. അങ്ങനെയുള്ള ശത്രുക്കളാണ് ഇന്ന് ലോകത്തിൽ കൂടുതൽ. പക്ഷെ അവിടെ അനേകം സ്നേഹിതന്മാരുള്ളവർക്ക് നാശം ഭവിക്കും. എന്നാൽ സഹോദരനേക്കാൾ പറ്റുള്ള ഒരു സ്നേഹിതനുണ്ടെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്ന ഒരുവനുണ്ട്, ക്രൈസ്റ്റ് ദ ലിബറേറ്റർ. ജീവിതത്തെ ഏതനുഭവങ്ങളിൽ നിന്നും വീണ്ടെടുക്കുന്നവൻ എൻ്റെ ക്രിസ്തു.
അതുകൊണ്ട് വാട്ട് ക്യാൻ യു ഡു വിത്ത് ജീസസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കണം, അവൻ എൻ്റെ ജീവിതത്തിൻ്റെ അരികെയുണ്ട്. എന്തിനായി? എൻ്റെ ജീവിതത്തെ വീണ്ടെടുക്കേണ്ടതിന്. 2, ഞാൻ എൻ്റെ ദൈവത്തെ കൊണ്ട്, എൻ്റെ ക്രിസ്തുവിനെ കൊണ്ട് എന്ത് ചെയ്യും? എൻ്റെ ക്രിസ്തു എൻ്റെ ജീവിതത്തെ സുഗന്ധീകരിക്കും, ശുദ്ധീകരിക്കും. എൻ്റെ ജീവിതത്തിന് ഒരു ഫ്ലേവർ തരുവാൻ എൻ്റെ ക്രിസ്തുവിന് സാധിക്കുമോ? സാധിക്കണം. ഞാൻ ഒരു വൈദികൻ എന്ന നിലയിൽ എത്ര പള്ളിയിൽ സേവനമനുഷ്ഠിച്ചു എന്നുള്ളതല്ല, ആ പള്ളിയിൽ എന്തുമാത്രം പ്രവർത്തനങ്ങൾ ചെയ്തു എന്നുള്ളതല്ല, മറിച്ച് എന്നിൽ എത്രമാത്രം ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന എൻ്റെ ജനത്തിന് സാധിച്ചിട്ടുണ്ട്. എൻ്റെ ജനത്തിൻ്റെ മുൻപാകെ എന്തുമാത്രം എൻ്റെ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതൊരു ചോദ്യമാണ്, ഒരു വിശ്വാസിയായി നിങ്ങളും ചോദിക്കേണ്ട ചോദ്യമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, ജീവിത വ്യാപാരങ്ങളിൽ പല ദുർഗതികൾ നമുക്ക് വരും. ഒരുപക്ഷെ നമ്മൾ അറിയാതെ പോയ ചില കൈപ്പിഴകളാകാം, നമ്മുടെ കുടുംബത്തിലെ ആരുടെയെങ്കിലും തെറ്റായിരിക്കാം, ഒരുപക്ഷെ ചില രോഗം പോലും ആയിരിക്കാം. എനിക്കൊന്ന് കോന്നിയിൽ ആദ്യം കോവിഡ് വന്നല്ലേ, അവർ ജീവിച്ചിരുന്നപ്പോൾ തന്നെ ചത്തതുപോലത്തെ അവസ്ഥയായി. കേരളം മുഴുവൻ അവരെ കല്ലെറിഞ്ഞു കൊല്ലാൻ നിന്ന സാഹചര്യമാണ്. ആണോ? അവരറിയാതെ വന്ന പോയൊരു തെറ്റ് കേരളം മുഴുവൻ വന്നപ്പോൾ ആർക്കും കുഴപ്പമില്ല. ചിലപ്പോൾ നമ്മളറിയാത്ത കൈപ്പിഴ കൊണ്ട് നമ്മുടെ ജീവിതത്തെ എല്ലാവരും കുറ്റപ്പെടുത്തും. പക്ഷെ ക്രിസ്തു അവിടെയും നമ്മുടെ ജീവിതത്തെ സുഗന്ധീകരിക്കുന്നവനാ. എന്താ അതിൻ്റെ ഉദാഹരണം? അതിൻ്റെ ഉദാഹരണമാണ് വേദപുസ്തകം പരിചയപ്പെടുത്തിയ അനേകം സ്ത്രീകൾ. ഒരു പാപിനിയായ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവളെ കല്ലെറിഞ്ഞ് കൊണ്ടുവന്ന പുരുഷന്മാരൊക്കെ പറഞ്ഞു, ന്യായപ്രമാണം പാലിച്ചേ മതിയാകൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇവളെ ക്രിസ്തു എന്താ ചെയ്തത്? ക്രിസ്തു തല ഉയർത്തിപ്പോലും നോക്കിയില്ലെന്നാണ് പറഞ്ഞത്. കാരണം ഇതാണ്, മറ്റേത് കുറ്റവും ഒരാൾക്കൊറ്റയ്ക്ക് ചെയ്യാം, പക്ഷെ ഇവളെ പിടിക്കപ്പെട്ടിരിക്കുന്നത് വ്യഭിചാര കുറ്റത്തിനാണ്. അവിടെ ഒരാണും ഒരു പെണ്ണും ഒരുപോലെ ഉണ്ടായെങ്കിലേ, അവിടെയാണ് ക്രിസ്തു ചോദിച്ചത്, നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ. ആരെങ്കിലും എറിഞ്ഞോ? യേശു അവളോട് പറഞ്ഞ അടുത്ത വാചകമാണ്, അടുത്ത നമ്മുടെ ചിന്ത, ഇനിമേലാൽ നീ പാപം ചെയ്യരുത്. ഈ കഷ്ടാനുഭവിച്ചതിലേക്ക് പ്രവേശിക്കുമ്പം ദുഃഖവെള്ളിയാഴ്ച സുറിയാനി ക്രിസ്ത്യാനി ഒരു നാണവും ഇല്ലാതെ ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട്. കള്ളനോടുകൂടി ഞങ്ങളും ചൊല്ലുന്നു. മുതുകള്ളന്മാരായി ചൊല്ലുന്നത്. കാരണം അത് കഴിഞ്ഞിട്ട് പൊതുയോഗത്തിൽ അടിവെക്കാതിരിക്കുക, ഒരു നാണവും ഇല്ലാതെ വെച്ച് കീച്ചും. അപ്പോൾ ശുശ്രൂഷക്കാരൻ കണ്ണും മൂക്കും മൂഞ്ഞും മനസ്സിലാകാത്തവണ്ണം പുകച്ച് തള്ളുകയും ചെയ്യും. അല്ലേ? ഈ കുഞ്ഞുങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, അവന് ഇഷ്ടമില്ലാത്ത സൺഡേ സ്കൂൾ ടീച്ചർ വരുമ്പം പറ്റുകയാണെങ്കിൽ ഒരു ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ടവൻ വീശി കൊടുക്കും. എന്താ പ്രാർത്ഥനയുടെ അർത്ഥം? കള്ളനാരാ? ഇടുക്കി ഭദ്രാസനം മെത്രാപ്പോലീത്ത സേവ്യർ തിരുമേനി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, നമ്മുടെ നോട്ടത്തിൽ ആ സ്ത്രീ ശരീരം വിറ്റ് നടന്നവൾ, മോശപ്പെട്ട സ്ത്രീ. അവൾ ക്രിസ്തുവിൻ്റെ അരികെ വന്നപ്പം അവർ തമ്മിലുള്ള ബന്ധത്തെ വഷളായി ചിത്രീകരിക്കേണ്ടതിന് പലരും ഉദ്യമിച്ചു. അതുകൊണ്ടാണ് അവളെ സ്പർശിക്കുക പോലും ചെയ്യാതെ അവളുടെ ജീവിതത്തെ തൊട്ടു. അങ്ങനെ ഒരു രംഗമാണ് യോഹന്നാന്റെ സുവിശേഷത്തിലെ ശമര്യക്കാരത്തി സ്ത്രീയുമായിട്ടുള്ള രംഗവും. ആണോ? അവൾ എങ്ങനെയുള്ള സ്ത്രീയാ? ഒട്ടക്കാവിലെ അത്ര പേര് പറയാൻ കൊള്ളാത്ത സ്വല്പം വശപശകുള്ള പെണ്ണായിരുന്നു ആര്? ശമര്യക്കാരത്തി സ്ത്രീ. എന്തുകൊണ്ടാണ്? അത് തെളിയിക്കേണ്ടതിനാണ് അവിടെ പറയുന്നത്. അവൾക്ക് എത്ര ഭർത്താക്കന്മാരുണ്ട്? 5 ഒറ്റയെണ്ണം ജോയില്ലാത്തതായിരുന്നു. അതുകൊണ്ട് 5 ഡൈവോഴ്സ് ചെയ്തിട്ട് 6ാമത്തെ ഒരെണ്ണത്തിന് M4 കൊടുത്തിട്ടിരിക്കുന്നവളാണ് ആര്? ശമര്യക്കാരത്തി. അവൾ ആരാലും നോട്ടപ്പെടുവാൻ കഴിയാതെ വണ്ണം മാറ്റി നിർത്തിയത് കൊണ്ട് ഉച്ചമയക്കത്തിൽ എല്ലാവരും പോകുന്ന സമയത്ത് അവൾ എവിടെ വന്നു? കിണറ്റിൻ്റെ അരികെ വന്നോ? പക്ഷെ അവിടെ പറയുന്നു, അവൾക്ക് വേണ്ടി കാത്തിരുന്ന ഒരു ക്രിസ്തു ആ കിണറിൻ്റെ അരികെയുണ്ട്. ഇറ്റ് ഈസ് നെസസറി ടു ഗോ ത്രൂ സമരിയ എന്ന് പറയുന്നത്. ക്രിസ്തുവിന് ശമരിയയിൽ കൂടി പോകേണ്ടുന്നത് അത്യാവശ്യമായിരുന്നു. എന്തിനാ? ഇവളെ നേടേണ്ടതിന്. അവൾ ഉച്ചയ്ക്ക് ചെന്നപ്പം, വാട്ടവെള്ളം കോരാൻ ചെന്നപ്പം ക്രിസ്തു കിണറിൻ്റെ അരികെ സംഭാഷണം ആരംഭിച്ചു. അവളോട് ചോദിച്ചു, നിന്റെ ഭർത്താവ് എവിടെ? അവൾ പറഞ്ഞു, അച്ചായന്മാരില്ല. അവളെ എങ്ങനെ വേണമെങ്കിലും ചൂഷണം ചെയ്യാമോ? ഇത്രയും പുരുഷന്മാർ കയറിയിറങ്ങിയ ജീവിതത്തെ
എങ്ങനെ വേണമെങ്കിലും ആരും പരിസരത്തില്ലാത്തപ്പം ചൂഷണം ചെയ്യാം. പക്ഷെ ക്രിസ്തു അവളെ നേടിയത് എങ്ങനെയാ? അവൾ പറയുന്ന ആ വാചകത്തിലുണ്ട്, ഈ കിണർ ഞങ്ങളുടെ പിതാവ് ഞങ്ങൾക്ക് കുഴിച്ചു തന്നതാ, വളരെ ആഴമുള്ളതാ, തൊട്ടിയും കയറുമില്ലാതെ ഇതിനകത്ത് വെള്ളമെടുക്കാൻ പറ്റത്തില്ല. കർത്താവ് പറഞ്ഞു, തൊട്ടിയും കയറുമില്ലാതെ ആഴമുള്ള നിൻ്റെ ജീവിതത്തെ ഞാൻ തൊട്ട് കാണിക്കട്ടെ. അതുകൊണ്ടാണ് പറയുന്നത്, കൈ തൊടാതെ, ശരീരത്തിൽ സ്പർശിക്കാതെ ശമരിയക്കാരത്തി സ്ത്രീയെ തൊട്ടവനാണ് ആര്? ക്രിസ്തു. ദ വേൾഡ് റിനൗണ്ട് ജെന്റിൽമാൻ. ഒരു പുരുഷന് ഒരു സ്ത്രീയെ അറിയാൻ ശരീരത്തിൽ തൊടണമെന്ന് പോലും ഉണ്ടോ? അത് യേശു എവിടുന്നാ പഠിച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അവന് നട്ടലുള്ള ഒരു അപ്പനുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? പണ്ടൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ പ്രേമമുണ്ട് കേട്ടോ. നിങ്ങളുടെ മക്കളൊക്കെ ഈ യൂത്തിൻ്റെ പരിപാടിക്കൊക്കെ നടക്കുന്നു പറഞ്ഞാൽ അവന്മാരൊന്നും ചില്ലറക്കാരും, അവന്മാർക്കെല്ലാം. അപ്പോൾ ഇപ്പം അതുവഴി ഒരു പെങ്കൊച്ച് പോയാൽ നോക്കിയില്ല അവൻ എന്തോ അസുഖം ഉണ്ടെന്നുള്ള. ഞാൻ പെണ്ണ് കെട്ടാതിരുന്നത് എനിക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടായതുകൊണ്ടല്ല, എനിക്ക് ഈ ജീവിതം വളരെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും നോക്കിക്കോട്ടെ, ഒരു കുഴപ്പമില്ല, അവർ നോക്കണം. പക്ഷെ അതിനപ്പുറത്തേക്ക് മറ്റൊരു ജീവിതത്തെ അപഹസിക്കാതിരിക്കാൻ അവന് ചില നിർദ്ദേശങ്ങൾ കൊടുക്കാൻ ആർക്ക് സാധിക്കണം? അമ്മയപ്പന്മാർക്ക് കൊടുക്കണം. ഹോം എഡ്യൂക്കേഷൻ, ഭവനത്തിലുള്ള വിദ്യാഭ്യാസം, അത് മാതൃകാപരമായ ജീവിതത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഞാൻ പറയും, യേശു ക്രിസ്തു ഒരു സ്ത്രീയെ ശരീരത്തിൽ തൊടാതെ എങ്ങനെയുള്ള ജീവിതത്തെ അറിയാമെന്ന് പഠിച്ചത് എങ്ങനെയാണെന്ന് ഞാൻ പറയും, ജോസഫിൽ നിന്നാ. സ്വർഗം കൊടുത്ത പദ്ധതിക്ക് വിധേയപ്പെട്ട് ശരീരത്തെ സ്പർശിക്കാതെ ഒരു സ്ത്രീയെ സംരക്ഷിച്ചവനാണ് ജോസഫ്. ഞാൻ പറയും, നട്ടലുള്ള ഒരു അപ്പൻ്റെ മകനാണ് യേശു. അതുകൊണ്ട് ശമരിയക്കാരി സ്ത്രീയുടെ ജീവിതത്തിലും യേശു ഇടപെടുന്നത് സ്പർശനങ്ങളുടെ സൗഭാഗ്യങ്ങളില്ലാതെയാ. പോകട്ടെ, ഇങ്ങനെ അവളുടെ ജീവിതത്തെ സുഗന്ധീകരിച്ച ക്രിസ്തുവിനെ നമ്മൾ കണ്ടു. ഒരുപക്ഷെ ലോകം മുഴുവൻ പറഞ്ഞോളൂ മോശപ്പെട്ടവളാ, ശരീരം വിറ്റവളാ. പക്ഷെ ക്രിസ്തുവിൻ്റെ അടുക്കൽ ആ സ്ത്രീ വന്നപ്പം അവൾ ആരായി? യേശുവിനെ കുറിച്ചുള്ള സദ്വാർത്ത അറിയിക്കുന്ന സുവിശേഷകയായി മാറി. അവർ തൻ്റെ ദേശത്ത് എന്നിട്ട് പറഞ്ഞു, എൻ്റെ ജീവിതത്തെ എന്നോട് പറഞ്ഞ, എൻ്റെ ജീവിതത്തെ സ്പർശിച്ച ഒരു മനുഷ്യനെ, ഒരു പ്രവാചകനെ, ദൈവത്തെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ ജീവിതത്തെ സുഗന്ധീകരിച്ച പല പുരുഷന്മാർ കയറങ്ങി മോശപ്പെട്ട ഗന്ധം വമിച്ചിരുന്ന സ്ത്രീയായിരുന്നു ഞാനെങ്കിൽ, ഇതാ എൻ്റെ നാട്ടുകാരുടെ മുൻപേ ഉയർന്ന തലകളോടുകൂടി ഞാൻ പറയും, എൻ്റെ ജീവിതത്തെ സുഗന്ധീകരിച്ച ക്രിസ്തുവിനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യരെന്ത് പറയുന്നു, മനുഷ്യരുടെ മാനം ഇന്ന് വൈറലാകുന്ന കാലമാണ് അല്ലേ? അച്ഛന്മാരും ഒട്ടും പുറകോട്ടല്ല. സത്യം പറഞ്ഞാൽ ഈ ലൈവ് പരിപാടി എനിക്ക് അത്ര ഇഷ്ടമല്ല. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇതിൻ്റെ താഴെ വന്ന് വേണ്ടാത്തതും ഒക്കെ എഴുതും. ഞാനൊരു മർത്തോമ പള്ളിയിൽ പോയി പ്രസംഗിച്ചു. അപ്പം കുറച്ചാളുകൾ അത് കണ്ടു. അപ്പം എൻ്റെ കൂടെയുള്ള പയ്യനോട് അതിൻ്റെ താഴെയുള്ള കമൻറ്റ് വായിക്കാൻ പറഞ്ഞപ്പം വായിച്ച് വന്നപ്പോൾ ഒരുത്തിൽ ഒരാൾ എഴുതിയിരിക്കും, ഈ മുസ്ലിം ആരാന്ന് ചോദിച്ചു. ബാക്കി പറഞ്ഞൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പം നമ്മളിന്ന് വൈറലാകുന്ന കാലമാണ്. എന്തെങ്കിലും ചെയ്ത് അച്ഛന്മാർ പോലും ഹൂത്തോമ പാടി ആകെ 4 വരിയേ ഉള്ളൂ. പക്ഷെ അത് പാടി 10 പേര് കാണുന്ന വൈറൽ കാലത്ത് ജീവിക്കുന്നിടത്ത് വൈറലാകാൻ വേണ്ടിയിട്ടല്ല, യേശു ജീവിതത്തിൽ വന്നതുകൊണ്ട് സുഗന്ധം വമിച്ച സ്ത്രീയായിട്ട് അവൾ മാറ്റപ്പെട്ടു. ഞാൻ പറഞ്ഞു, വലത്തുഭാഗത്തെ കള്ളൻ, ലോകം മുഴുവൻ അവനെ ക്രൂശിൽ തൂക്കിയിട്ട് പറഞ്ഞു ഇവൻ കള്ളനാ. പക്ഷേ വേദപുസ്തകം സുവിശേഷത്തിൽ വെണ്ടയ്ക്കാക്ഷരത്തിൽ എഴുതിയിട്ട് പറയുന്നു, അവൻ പറുദീസയുടെ അവകാശിയാ. അവൻ മോഷ്ടിച്ച കള്ളനാ. എന്താ അവൻ മോഷ്ടിച്ചത്? അവൻ പറുദീസയെ മോഷ്ടിച്ചവനാ. ആണോ? ജീവിതത്തെ നമുക്കിങ്ങനെ രൂപപ്പെടുത്തുവാൻ സാധിക്കും. ഈ അടുത്തിടയിൽ ഒരു പ്രസംഗത്തിൽ കേട്ടൊരു വാക്യമാണ്, എ ജെന്റിൽ ആർട്ട് ഓഫ് ഡെത്ത് ക്ലീനിങ്. ഡെത്ത് ക്ലീനിങ് നിങ്ങൾക്ക് കേട്ടിട്ട് എന്താ തോന്നുന്നു? ശവം ക്ലീൻ ചെയ്യുന്ന പരിപാടി അല്ലേ? അല്ല. ഫോണൊക്കെ ഉപയോഗിക്കുന്നവർക്കറിയാം, ഡീക്ലട്ടറിങ് എന്ന് പറഞ്ഞൊരു വാക്കും കൂടിയുണ്ട്. ഫോട്ടോ ഇങ്ങനെ എടുത്ത് അല്ലേ? നമ്മുടെ കണ്ണ് നമുക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെ ആ കണ്ണ് തന്നെയായിരിക്കും. നമ്മുടെ കോന്തറപ്പൽ ഇങ്ങനെ ഒതുക്കി വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തപ്പോൾ ഒത്തെങ്കിൽ പിന്നെ ആ കോന്തറപ്പൽ കാണിക്കാതുള്ള ചിരിയായിരിക്കും മുഴുവൻ. ചിലർ പറഞ്ഞു, നീ കണ്ണാടി വെക്കാതെ ഫോട്ടോ എടുത്താൽ ഉത്തമമാണ്. എൻ്റെ പെടലിക്ക് ഒരു ചെരിവുണ്ട്. അപ്പോൾ ഒരിടത്ത് ചെന്നപ്പം ചെരിവില്ലാതെ ഒരുത്തനൊരു ഫോട്ടോ എടുത്തു. അതുകൊണ്ട് എൻ്റെ ആയുസിൻ്റെ ഈ നിമിഷം വരെ ആ ഫോട്ടോ അല്ലാതെ വേറൊരു ഫോട്ടോ ഞാൻ കൊടുക്കത്തില്ല. കാരണം ബാക്കിയൊന്നും കണ്ട വെള്ളം കുടിക്കുകയില്ല. എന്താണ് ഡെത്ത് ക്ലീനിങ് എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ഉത്തരം ഇതാണ്. 80 വയസ്സുള്ള ഒരു സ്ത്രീ
അവരുടെ ജീവിതത്തിലെടുത്തൊരു നിലപാടാണ്. ഇനി ജീവിക്കാൻ, തുടർന്ന് ജീവിക്കാൻ അധികം കാര്യങ്ങളുടെ ഇല്ലെന്ന് തിരിച്ചറിഞ്ഞ് അവരുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങി. ഇനി മുന്നോട്ട് ജീവിക്കാൻ അധികം സാധനങ്ങളുടെ ആവശ്യമില്ലെന്ന് കണ്ട് ഒഴിവാക്കാൻ തുടങ്ങി. അതിൻ്റെ പേരാണ് ഡെത്ത് ക്ലീനിങ്. ഈ നോമ്പിൽ ക്രിസ്തുവിനെ കൊണ്ട് എന്ത് സാധിക്കുമെന്ന് ചോദിച്ചാൽ, ഭക്ഷണത്തെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് പലരും ഇവിടെ ഇരിപ്പുണ്ട്. ചിലരുടെ മുഖത്തൊരു ദീർഘനിശ്വാസമുണ്ട്. അയ്യോ, ഈ ബുധനാഴ്ചയാകുമ്പോൾ 25 ദിവസം, പിന്നെ എങ്ങനെയെങ്കിലും ഇവിടെ തട്ടിക്കൂട്ടി ഒരു 25 കൂടെ കഴിഞ്ഞാൽ ഈയിടെ ഈസ്റ്ററായി, ഇപ്പോഴേ കൊല്ലേണ്ട പോത്തിനെ കണ്ടുവച്ചിട്ടിരിക്കുക. ഈയിടാ പണ്ട് ആ മഴവിൽ മനോരമയ്ക്കകത്ത് ആ പെങ്കൊച്ച് പറഞ്ഞ പോലെ അവൻ്റെ തൊട കണ്ടില്ലേ പോത്തിൻ്റെ, അത് കണ്ട് ഇപ്പോഴേ കൊതി കൂറുന്ന വിശ്വാസി ഇവിടെ ഇരിക്കുമ്പം ഭക്ഷണം ഉപേക്ഷിച്ചതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ടതിനെ ചിലതിനെ ഉപേക്ഷിക്കാൻ ആര് കൂടെ വേണം? ക്രിസ്തു വരിക നിൽക്കണം. അങ്ങനെ ഉപേക്ഷിക്കുമ്പം നമ്മുടെ പഴയ പേര് മാറ്റാനും പഴയ ജീവിതാനുഭവങ്ങളെ മാറ്റാനും ജീവിതത്തിലൊരു സുഗന്ധമുണ്ടാക്കുവാനും നമുക്ക് സാധിക്കുമോ? നമ്മളെല്ലാവരും മരിക്കുമോ? ഇല്ലേ? ഒറ്റക്കാവി അച്ഛൻ എന്നെ വന്നപ്പോൾ ആദ്യം കാണിച്ചത്, അച്ഛൻ ദേ കണ്ടോ ഞങ്ങളുടെ സെമിത്തേരി. അയ്യോ, എത്ര മനോഹരമായൊരു സെമിത്തേരി. അതേതായാലും പള്ളിയുടെ വാതിക്ക് സ്ഥാപിച്ച ബുദ്ധിമാനായ ആരോ. കാരണം ഇറങ്ങി വരുമ്പോഴേ ഒരു ബോധം ഉണ്ടാകണം, എടാ നീ അധികം നിഗളിക്കണ്ട ഇതിനകത്തോട്ട്, അല്ലേ? എന്നാണെങ്കിലും പോകേണ്ട ആളാണ് നമ്മൾ. ആണോ? പോകുമ്പം നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ മക്കൾ എന്ത് പറയും? ചിന്തിച്ചിട്ടുണ്ടോ? അത് ചിന്തിച്ചാൽ മതി. ജീവിതത്തെ സുഗന്ധീകരിക്കാൻ വേറൊന്നും വേണ്ട. അതുകൊണ്ടാണ് ജീവിതത്തെ സുഗന്ധീകരിക്കേണ്ട ചില സുഹൃതങ്ങളെ നേടുവാൻ ഈ നോമ്പ് നമ്മെ സഹായിക്കണം. ഈ നോമ്പിൽ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. അതുകൊണ്ടാണ് പ്രാർത്ഥനയിലൊരു വാചകമുണ്ട്, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ, എന്താ അതിൻ്റെ അർത്ഥം? അച്ഛൻ പ്രസംഗിക്കാൻ വന്നാണ്, പ്രസംഗിച്ചിട്ട് വെക്കണം. കൂടുതൽ ചോദ്യമൊന്നും ഞങ്ങളോട് സ്കൂളിൽ സാറ് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടില്ല. പിന്നെ ആ കൊതുക് പോലെ ഇരിക്കുന്ന അച്ഛൻ. എന്തുവാ കടം? ചെയ്യേണ്ട കാര്യം ചെയ്യാതിരുന്നത് കടം. പാപം എന്തുവാ? ചെയ്യരുതാത്തത് ചെയ്തത് പാപം. ഇത് രണ്ടിനെയും തിരുത്താൻ നോമ്പിൽ സാധിക്കണോ? ഭക്ഷണം കഴിക്കാതിരുന്നുകൊണ്ട് എന്ത് സംഭവിക്കും? അൾസർ പിടിക്കുമെന്നുള്ളതേ ഉള്ളൂ. എന്നാൽ ഉപേക്ഷിച്ച ഭക്ഷണത്തിൻ്റെ കാശ്, അതിൻ്റെ ആ ഒരു നീക്കിവെപ്പ് മറ്റൊരാളിലേക്ക് നീട്ടുന്നിടത്താണ് എന്തുണ്ടാകുന്നത്? സുഹൃതമുണ്ടാകുന്നത്. അങ്ങനെ നീട്ടുന്നിടത്ത് നമ്മുടെ ജീവിതത്തെ ഓർത്തെടുക്കേണ്ടതിന് ഒരു മനുഷ്യനെങ്കിലും ശേഷിക്കുമോ? പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു. നല്ലൊരു കറി വെച്ചാൽ ഒരു ചെറിയ കോപ്പയെടുത്ത്, ചെറിയ ബൗളെടുത്തിട്ട് അമ്മ പറയും, ഇത് അപ്പുറത്തെ വീട്ടിലോട്ടൊന്ന് കൊടുത്തേര്. ഇന്ന് അങ്ങനെ കൊടുക്കുന്ന എത്ര അമ്മമാരുണ്ട്? അതൊരു വലിയ പാഠപുസ്തകമായിരുന്നു. അപ്പുറത്തെ വീട്ടിലോട്ട്, ചാച്ചൻ്റെ അടുക്കലോട്ടൊന്ന് കൊടുത്തേക്കാൻ പറഞ്ഞ് ഒരല്പം കറി കൊടുക്കുന്നിടത്ത് പോലും എന്തുണ്ടായിരുന്നു? ഒരു സുഹൃതമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ചാകുമ്പം അച്ഛന്മാർ കിതയ്ക്കുക. എന്താ? ഈ ചത്ത് കിടക്കുന്നവനെ കുറിച്ച് എന്നതെങ്കിലും പറയാൻ വേണ്ടേ? അവൻ ആനയുടെ പുറത്ത് കയറിയിട്ടുണ്ട്, പള്ളി വെടിപൊട്ടിച്ചിട്ടുണ്ട്, പോത്തിനെ അറുത്തിട്ടുണ്ട്, കോഴിക്കറി നിന്നിളക്കിയിട്ടുണ്ട്, കമ്മിറ്റി ഘോരം വാദിച്ചിട്ടുണ്ട്, പലതവണ ഡ്രസ്സിയായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ജീവിതത്തിൽ എന്ത് സുഹൃതമുണ്ട്? അമ്മച്ചി മരിച്ചു, 90 വയസ്സ് വരെ അമ്മച്ചി ജീവിച്ചു. എന്തോ ചെയ്തു? പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതി. അമ്മച്ചി പറഞ്ഞു, ഞാൻ നല്ല പോര് പൊരുതി. ഇതിനപ്പുറത്തേക്ക് പറയാൻ കഴിയാത്ത 90 വർഷത്തെ ജീവിതം നിങ്ങൾക്ക് എന്ത് സമ്മാനിക്കും? 33 വയസ്സുള്ള ഞാൻ, എൻ്റെ ദൈവം എന്നോട് ഇന്ന് ചോദിച്ചാൽ ഞാൻ എന്തൊരു ഉത്തരം പറയണം? 167 കിലോമീറ്റർ തിരിച്ച് യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് ദൈവം എന്നോട് പറയും, എടോ കത്തനാര്, താനിങ്ങ് തിരിച്ചു പോര്. തിരിച്ചു ചെല്ലുമ്പം എൻ്റെ ദൈവത്തോട് തലകുനിച്ചിട്ട് ഞാൻ എന്ത് പറയാൻ സാധിക്കും? നല്ല എനിക്കൊരു കാര്യം പറയാൻ കാണും, അപ്പാ ഞാൻ വീണപ്പോഴൊക്കെയും നിന്നെ നോക്കിയിട്ടുണ്ട്, എനിക്കത് പറയാം, ഉത്തമമായിട്ട് പറയാം. അച്ഛൻ മനോഹരമായൊരു എക്സസൈസ് നിങ്ങളെ ചെയ്യിപ്പിച്ചു. ബെഹനാനച്ചൻ കുറിയലായിസോൻ വീഴുമ്പം പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥനയാണ് അത്. കർത്താവേ എന്നോട്, അതുകൊണ്ട് ഞാൻ എൻ്റെ പേഴ്സണൽ പ്രേയറിൽ എൻ്റെ ദൈവത്തെ ഞാൻ അഭിസംബോധന ചെയ്യുന്നത് അപ്പാ. അത് വിളിക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു ബലമാ. ഈ അടുത്തിടെ ഞാൻ കുറച്ച് കവുങ്ങ് നട്ടുകൊണ്ടിരിക്കുക. നട്ട് 50ാമത്തെ കവുങ്ങ് നട്ടപ്പോൾ എനിക്ക് നന്നായിട്ട് വിശന്നു.
ആ വിശപ്പിൻ്റെ ആധിക്യത്തിൽ ഒട്ട വെട്ട് കൊടുത്തു. എൻ്റെ ഉപ്പൂറ്റി കിഴിഞ്ഞ് ഇപ്പുറത്ത് വന്നു. ഉപ്പൂറ്റി കിഴിഞ്ഞ് ആകപ്പാടെ ഇച്ചിരി ബോധമുള്ളത് കൊണ്ട് ആ ബോധം അങ്ങ് പോയി, മന്ദബുദ്ധി അതുകൊണ്ട് പെട്ടെന്ന് പോയി. അതുകൊണ്ട് കോലഞ്ചേരി ഹോസ്പിറ്റലിൽ ചെന്നപ്പം ജീവൻ പോകുന്ന വേദന. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, വെച്ചാൽ തുളഞ്ഞ് ഇപ്പുറത്ത് വന്നതുകൊണ്ട് സ്റ്റിച്ച് ഇടാൻ പറ്റത്തില്ല, നമുക്കൊന്ന് പൈപ്പിട്ട് കഴുകാമെന്ന് പറഞ്ഞു. പൈപ്പിട്ട് കഴുകാൻ തുടങ്ങിയപ്പോൾ എൻ്റെ നല്ല ജീവൻ അങ്ങ് പോയി. ഞാൻ തിരിഞ്ഞ് കമന്ന് കിടന്നിട്ട് അപ്പാന്ന് വിളിച്ചു. എനിക്കതൊരു വലിയ ധൈര്യമാണ്. അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു, സാധാരണ എല്ലാവരും അമ്മയാണ് വിളിക്കുന്നത്, ഇതെന്നെ അപ്പനോട് അത്രയ്ക്ക്? ഞാൻ പറഞ്ഞു, ഈ ലോകത്തിലെ അപ്പനല്ല, അതിനപ്പുറത്ത് എൻ്റെ കണ്ണുനീരിൽ എൻ്റെ അരികെ നിൽക്കുന്ന ഒരു അപ്പൻ ഉണ്ട് നിശ്ചയം. അവൻ എൻ്റെ കഴിഞ്ഞ കാലങ്ങളെ വിധിക്കുന്നവനല്ല, അവൻ എൻ്റെ കഴിഞ്ഞ കാലങ്ങളെ മറയ്ക്കുന്നവനാ. എന്തിനാ കുമ്പസാരിക്കുന്നത്? പൊതുയോഗത്തിൽ അംഗത്വത്തിന് വേണ്ടി ആരും ദയവായിട്ട് കുമ്പസാരിക്കരുത്. അച്ഛന് ചിലപ്പം കുമ്പസാരം വയ്ക്കുന്നവരുടെ എണ്ണം കുറയുമായിരിക്കും, അച്ഛൻ ക്ഷമിക്കണം. കള്ള കുമ്പസാരക്കാരെ ഒഴിവാക്കണം. ഇപ്പം മുട്ടുപോലും കുത്തത്തില്ല പകുതി പേര്. അച്ഛൻ തേയ്മാനം വന്ന് 2 ചിരട്ടയും ചിരട്ട പോലും ഇല്ലാത്തവനാ. ഇപ്പോഴാ 23-ാം സങ്കീർത്തനം നന്നായിട്ട് എഴുതി, എനിക്ക് മുട്ടുണ്ടാകത്തില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ജീവിതത്തിൻ്റെ അരികെ പീലാത്തോസ് പറഞ്ഞതുപോലല്ല, ഞാൻ ഇവനെ കൊണ്ട് എന്തു ചെയ്യും? എനിക്കൊരു ഉത്തരവുണ്ട്. എൻ്റെ ജീവിതത്തെ കഴിഞ്ഞ കാലങ്ങളെ മറക്കേണ്ടതിന്, ഇനിയും എൻ്റെ ജീവിതത്തെ സുഗന്ധീകരിക്കേണ്ടതിന്, ശുദ്ധീകരിക്കേണ്ടതിന് എൻ്റെ ക്രിസ്തുവിനെ എൻ്റെ അരികിൽ എനിക്ക് വേണോ? അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പെണ്ണ് കെട്ടാത്ത ഒരച്ഛനാ. അച്ഛൻ പറഞ്ഞു, ഇവിടെ 3 ദിവസം പ്രസംഗിച്ച് വരും പെണ്ണ്. ഇന്നിപ്പം വലിയ കുരിശ്, 13 കുരിശ് തലയിലും കഴുത്തേര ഒരു വലിയ കുരിശ് ഇട്ട് റമ്പാച്ചിനും കൂടി ഇരിപ്പുണ്ട്. ഞങ്ങൾ രണ്ടും നിങ്ങളെ കൊഞ്ഞനം കുത്തിയിട്ട് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കും. മറ്റേ അച്ഛന്മാരോട് അത്രയും ചോദിക്കാൻ പറ്റത്തില്ല. കൊഞ്ഞനം കുത്തി, ബഹനാനച്ഛനും കല്യാണം കഴിച്ചില്ല, അച്ഛൻ്റെ കഴുത്തെ കുരിശ്, സോറി അച്ഛാ. അപ്പം ഞങ്ങൾ 3 പേരും കൂടെ ചോദിക്കും, നിങ്ങൾക്ക് മക്കളുണ്ട്, നിങ്ങൾക്ക് സഹോദരങ്ങളുണ്ട്, നിങ്ങൾക്ക് എന്തിനും പോകുന്ന ഭാര്യയുണ്ട്, നിങ്ങൾക്ക് എന്തിനും പോകുന്ന ഭർത്താക്കന്മാരുണ്ട്, ഇവരെല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട്. പക്ഷേ അവസാനം നിങ്ങൾ പോകുന്ന യാത്രയ്ക്ക് നിങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളൂ, ആണോ? ആ യാത്രയെക്കുറിച്ച് നല്ല ബോധ്യം വരണമെങ്കിൽ ബന്ധങ്ങളൊന്നും വേണ്ട എന്നല്ല, ബന്ധങ്ങൾക്കും ഒരു സ്ഥലം വരെ വരാൻ പറ്റത്തുള്ളൂ, പള്ളിക്കകത്ത് വരെ. എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയ ഒരു കാഴ്ചയുണ്ട്. എന്താണെന്നറിയാവോ? ഞാനും കുറച്ച് പള്ളിയെ നടത്തിയുള്ളെങ്കിലും ആ പള്ളിയിലും കുറച്ച് പേരൊക്കെ ശവം അടക്കി. ശവം അടക്കുമ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. അവസാനത്തെ ആശീർവാദം പറഞ്ഞ് കൈമുത്തിയിട്ട് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ അതുവരെ അമ്മാമ്മ പൂക്കുറ്റി കരച്ചില്ല. പക്ഷെ തിരിച്ച കാപ്പി കൊടുന്നിടത്ത് വരുമ്പം കണ്ണുനീര് എതുവഴി പോയെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇനിയും ആരെങ്കിലും മരിച്ചാൽ അങ്ങ് പോകണം, പോയിട്ട് ഒളിച്ചും പാത്തും, അത് നോക്കാൻ നിങ്ങളെ പഠിപ്പിക്കണ്ട, അന്ന് നോക്കണം. പപ്സൊക്കെ അടിച്ചോണ്ട് അമ്മാമ്മ പറയും, എന്നാലും അച്ഛൻ വന്നത് എനിക്ക് വലിയ സന്തോഷമായി. മനുഷ്യന് കൂട്ടുവരാൻ പറ്റുന്ന സ്ഥലം അവിടെ മാത്രമേ ഉള്ളൂ, ആണോ? പക്ഷെ അതിനപ്പുറത്തേക്ക് എനിക്ക് കൂട്ടുവരുന്ന എൻ്റെ ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മരിച്ചു കിടക്കുന്ന ആത്മാവ് നമ്മളോട് സംവദിക്കേണ്ടതിന് സങ്കീർത്തനക്കാരൻ്റെ പ്രാർത്ഥന ചൊല്ലുന്ന, കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോകാം എന്നവൻ എന്നോട് പറഞ്ഞപ്പോൾ, അവൻ ധൃതി കൂട്ടിയപ്പോൾ മടി കൂടാതെ ഞാൻ പറഞ്ഞു, ഞാൻ സന്തോഷത്തോടെ പോകും. കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോകാമെന്നവൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. കാരണം ഈ ലോക ജീവിതത്തിലെ ബന്ധങ്ങൾക്കൊരു പരിധിയുണ്ട്. ബന്ധങ്ങളിലെ എല്ലാ സ്നേഹ സമ്മിശ്രമായ വിചാരങ്ങൾക്കും പരിധിയുണ്ട്. പക്ഷേ പരിധികളെ ലംഘിക്കുന്ന, എൻ്റെ ജീവിതത്തിന് കൂട്ടുവരുന്ന, എൻ്റെ ജീവിതത്തിന് സുഗന്ധം സൃഷ്ടിക്കുന്ന എൻ്റെ ക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിന് ഇരികെ നിർത്തും. വാട്ട് ക്യാൻ ഐ ഡു വിത്ത് മൈ ജീസസ്? എൻ്റെ ജീവിതത്തിനെ സുഗന്ധീകരിക്കേണ്ടതിന് അവൻ എനിക്ക് വേണം. അവസാനത്തെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. 3, എൻ്റെ ക്രിസ്തുവിനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ജീവിതത്തിന് ഒരർത്ഥമുണ്ടാക്കിയെടുക്കും. എൻ്റെ ക്രിസ്തുവിനെ ഞാൻ അരികെ നിർത്തിയിട്ട് എൻ്റെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാക്കിയെടുക്കും. വേദപുസ്തകത്തിൽ ക്രിസ്തു തൻ്റെ കൂടെ നടക്കേണ്ടതിനും കൂടെ ഇരിക്കേണ്ടതിനും ശിഷ്യന്മാരെ വിളിച്ച് വേർതിരിച്ചു. ഒരുപാട് ജീവിതത്തിൽ അപജയങ്ങൾ വന്ന മനുഷ്യരാ, സമർത്ഥരല്ല, പഠിപ്പുള്ളവരല്ല, സാമാന്യ മനുഷ്യരുടെ ഒപ്പം നിർത്താൻ കഴിവുള്ളവരല്ല, പ്രാപ്തിയുള്ളവരല്ല, മുക്കുവന്മാരും സാധാരണക്കാരുമായ മനുഷ്യർ. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനൊപ്പം നടന്നിട്ടും ഇവർ പലരും വീണു പോകുന്നുണ്ടോ? ഇവർക്കാർക്കും
തങ്ങളുടെ കൂടെ നടക്കുന്ന ക്രിസ്തുവിൻ്റെ മാഹാത്മ്യമോ ആ ജീവിതത്തെ അതുപോലെ പകർത്തിയെടുക്കേണ്ടത് പരിശ്രമം അവർ നടത്തുന്നില്ല. അതുകൊണ്ടാണ് യൂദായെ ക്രിസ്തു അവൻ്റെ സാഹിത്യത്തിൽ 12 അപ്പോസ്തലന്മാരിൽ ഉൾപ്പെടുത്തിയത് ഞാൻ വിശ്വസിക്കും. ജൂഡസ് refused to be shaped by Jesus. ക്രിസ്തുവിനാൽ രൂപപ്പെടുവാൻ വിസമ്മതിച്ചവനായിരുന്നു ആര്? യൂദ. അഷ്ടാനുഭാഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പം യൂദായെ തലേ കൈവച്ച് പ്രാകാൻ പോവുക നമ്മളെല്ലാവരും കൂടെ. പ്രാഗ് കണ്ടവർക്കും സുറിയാനി ക്രിസ്ത്യാനി യൂദായേക്കാൾ വലിയ പുള്ളിയാണെന്ന്. വെറുതെയാ. യൂദ എന്താ ചെയ്തത്? 30 വെള്ളിക്കാശിന് കർത്താവിനെ ഉറങ്ങുവാണോ? പനി പിടിച്ച് എഴുന്നേറ്റ് നിൽക്കാൻ മേലാത്ത ഞാൻ ഇത്രയും ഘോരഘോരം പറയുമ്പോൾ നിങ്ങൾ ഇരുന്ന് ഉറങ്ങുക സുഖമായിട്ട്. 30 വെള്ളിക്കാശിന് കർത്താവിനെ തെറ്റി. യൂദ ക്രിസ്തുവിനിട്ട വിലയല്ല 30. ഞാൻ പറയുന്നത് തിരുത്തി പറയുക. യൂദ അവനിട്ട വിലയാണ് 30 വെള്ളി. കൃത്യമായിട്ട് പറഞ്ഞു തരാം. കർത്താവിൻ്റെ കൂടെ നടന്നു. പക്ഷെ കൂടെ നടക്കുന്നവർക്കും അപജയങ്ങളുണ്ടാകാമെന്നുള്ളത് ഒരു ബോധ്യമാകണം. പള്ളി പോയത് കൊണ്ട് കാര്യമുണ്ടോ? 2 പേർ ഒരുപോലെ പള്ളി വന്നു, ഒരു പരീശനും ചുങ്കക്കാരനും. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, മറ്റുള്ളവരെ പോലെയല്ല, ഈ നിൽക്കുന്നവനെ പോലെയല്ല, ഞാൻ ആരാണ്? എല്ലാ മാസവും മാസവരി കൊടുക്കുന്നവനാ. മറ്റവൻ എന്ത് പറഞ്ഞു? അപ്പാ ഞാൻ നിന്റെ മുഖത്തേക്ക് നോക്കാം. പള്ളി വന്നുകൊണ്ട് കാര്യമില്ല, പള്ളിയിരിക്കുന്ന ക്രിസ്തുവിലേക്ക് വരാൻ സാധിക്കണം. യൂദാ ക്രിസ്തുവിൻ്റെ കൂടെ നടന്നു. പക്ഷേ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം, അവൻ തൻ്റെ ജീവിതത്തിലിട്ട വില കുറഞ്ഞുപോയി. അവൻ യേശുവിനെ നശിപ്പിക്കേണ്ടതിന് കാത്തിരുന്ന മനുഷ്യരുടെ, പരീശന്മാരുടെയും പ്രമാണികളുടെ അടുക്ക ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനെ ഒറ്റിത്തരാം, നിങ്ങൾ എനിക്കെന്ത് തരും? യൂദ തന്നെ വിറ്റ വിലയാണ് എന്ത്? 30 വെള്ളി. ഈ മനുഷ്യർ, പ്രത്യേകിച്ച് കുടുംബജീവിതമൊക്കെ നയിക്കുന്ന നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാം, ഇന്ന് കുടുംബത്തിൽ പല പ്രശ്നങ്ങളുടെയും കാരണം എന്താ? വിട്ടുകൊടുക്കത്തില്ല, അല്ലേ? ഞങ്ങളുടെ നാട്ടിലൊരു കുടുംബത്തിൽ എന്നും അടിയായിരുന്നു. അപ്പോൾ വേലിക്ക് നിന്ന്, അന്നൊക്കെ വേലിയുണ്ട്, വേലിക്ക് നിന്നുകൊണ്ട് എൻ്റെ അമ്മയായിട്ട് അവിടുത്തെ ആൻറ്റി സംസാരിച്ചപ്പോൾ പറഞ്ഞു, അമ്മാമ്മേ ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നം തീരാത്ത വേറൊന്നുമല്ല, അച്ഛൻ്റെ എൻ്റെ നാള് അശ്വതിയാണ്. അശ്വതി നാളുകൾക്കൊരു പ്രത്യേകതയുണ്ട്, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കത്തില്ല. എന്തെല്ലാം കാരണങ്ങളാണ്. യൂദ തൻ്റെ ജീവിതത്തിന് ഇട്ട വിലയാണ് കുറഞ്ഞു പോയത്. അവൻ ആരായിരുന്നു? ലോകരക്ഷകൻ്റെ സഖിയാകാൻ വിളിക്കപ്പെട്ടവനാണ്. പക്ഷെ ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയാതെ വണ്ണം അവൻ എന്തു പറഞ്ഞു? ഞാനവനെ കാണിച്ചു തരാം, എനിക്കൊരു 30 വെള്ളിക്കാശ് തന്നാൽ മതി. പക്ഷെ യൂദ തിരിച്ചറിയുന്നുണ്ട്. ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തതിന് ശേഷം യൂദായ്ക്കൊരു തിരിച്ചറിവുണ്ടായി. എൻ്റെ ജീവിതത്തെ കണ്ടെത്താൻ അവൻ എന്ത് ചെയ്തു? 30 വെള്ളിക്കാശും കൊണ്ട് തിരിച്ച് പ്രമാണികളുടെ അടുക്ക് വന്നു. അവരുടെ അടുക്ക കൊണ്ടുവന്നിട്ട് പറഞ്ഞു, എനിക്ക് പിഴച്ചു പോയി, എൻ്റെ വില ഇതിലും കൂടുതലായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഈ പൈസ വേണ്ട. അവരെന്ത് ചെയ്തു? പുച്ഛിച്ച് തള്ളി. 30 വെള്ളിക്കാശിന് വിലയില്ലാത്ത നിൻ്റെ കാശ് ഇനി ഞങ്ങൾക്ക് വേണ്ട. അതവർ ഭണ്ഡാരത്തിലിട്ടാൻ സമ്മതിച്ചില്ല. അവരെന്ത് ചെയ്തു? ആ പണം കൊണ്ട് ഒരു നിലം വാങ്ങി അതിന് രക്തനിലം എന്ന് പേര് കൊടുത്തു. ജൂഡസ് refused to be shaped by Jesus. ക്രിസ്തുവിനാൽ രൂപപ്പെടാൻ മറന്നുപോയ, വിസമ്മതിച്ച ശിഷ്യൻ ആര്? ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാകാതെ പോയ ശിഷ്യൻ. നമ്മളും പലപ്പോഴും പള്ളിയിൽ പോയിട്ടും നമുക്ക് പറ്റിപ്പോകുന്ന ഏറ്റവും വലിയ കുഴപ്പം, ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് ചെല്ലാൻ സാധിക്കാതെ പോകുന്നു. ഈ നോമ്പിൻ്റെ ധ്യാനങ്ങളിലൊക്കെയും വരുന്ന ഒരു വേദഭാഗമാണ് 38 വർഷം ഒരു കുളത്തിനരികിൽ കിടന്ന ഒരു മനുഷ്യനെ കുറിച്ച്, അല്ലേ? അവൻ എവിടെയാണ് കിടന്നത്? സൗഖ്യമാകുവാൻ വർഷത്തിലൊരിക്കൽ ദൂതൻ ഇറങ്ങി വരുന്ന ബെത്സൈദ കുളത്തിൻ്റെ അരികെ. അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, ദൂതൻ വർഷത്തിലൊരിക്കൽ വരും. ആദ്യം ഇറങ്ങുന്നവൻ അവിടെ പാരലൈസ്ഡ് ആയിട്ട് കിടന്നവനാണ്. ആര്? കുളത്തിൻ്റെ പടവിൽ കിടന്നവനാ. പക്ഷെ 38 വർഷം വന്ന് ദൂതൻ കലക്കിയിട്ടും ഇവന് ഇറങ്ങാനോ സൗഖ്യമാകുവാനോ കഴിഞ്ഞില്ല. അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാവോ? ഞാൻ പറയും, അവനിട്ടൊരു തൊഴി കൊടുക്കാൻ പോലും ഒരാളെ സമ്പാദിക്കാൻ അവന് സാധിച്ചില്ല. ആരെങ്കിലും വന്നൊരു നല്ല തൊഴി വെച്ച് കൊടുത്താൽ മതി, ഇവനെ ഒന്ന് എഴുന്നേറ്റ് പോട്ടെ എന്ന് പറയും. അങ്ങനെ പോലും ഒരാൾ അവൻ്റെ ജീവിതത്തിൽ ഇല്ല. 38 വർഷം ഒരേ കിടപ്പ് കിടന്ന് പുറം പൊട്ടിയ ആ ചെറുപ്പക്കാരനോട് വന്നിട്ട്, ചെറുപ്പക്കാരെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ,
അവരോട് വന്നിട്ട് ക്രിസ്തു ചോദിക്കുന്ന കണ്ണിച്ചോരയില്ലാത്തൊരു ചോദ്യമുണ്ട്, നിനക്ക് സൗഖ്യമാകുവാൻ ആഗ്രഹമുണ്ടോ? പറയാറുണ്ട് ഡെസ്റ്റിനേഷൻ സിൻഡ്രോം, ഡെസ്റ്റിനേഷൻ സിക്നെസ് എന്നും പറയും. ഈ പ്രണയിക്കുമ്പം കമിതാക്കൾ പറയും, ഞാൻ നിൻ്റെ കണ്ണിൽ ഭൂലോകത്തെ കാണുന്നു അല്ലേ? പെണ്ണ് കെട്ടിക്കഴിയും പറയും, നിൻ്റെ കണ്ണിലോട്ട് നോക്കുമ്പോൾ എൻ്റെ ജീവിതം കോഞ്ഞാട്ടയായത് ഞാൻ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതിൻ്റെ കാര്യം അറിയാം? ഇന്ന് പ്രേമിച്ച് കല്യാണം കഴിക്കുന്നവരിലാണ് ഭൂരിപക്ഷം പേരിലും പ്രതിസന്ധികൾ. കാരണം ഇപ്പോഴത്തെ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഉറക്കമില്ല. അവരാണ് ശരിക്കും ആ പ്രാർത്ഥന ആത്മാർത്ഥമായിട്ട് ചൊല്ലുന്നത്, ഉറക്കമില്ലാത്ത ഉണർവുള്ളവനായ. കാരണം വെളുപ്പിന് 3 മണി വരെയും അവരേതിലാണ്? എന്നാ കഴിച്ച്, ഒന്നും കഴിച്ചില്ല, ഇന്നെന്നാ ഒന്നുമില്ല. അവരിങ്ങനെ വർത്താനം പറഞ്ഞോട്ട് അവരെല്ലാം പറയും. പക്ഷെ കല്യാണം കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഒന്നും പറയാനില്ല. എന്തുകൊണ്ടാണ്? എൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തെ ഈ ഡെസ്റ്റിനേഷൻ സിൻഡ്രോം അതുകൊണ്ടാണ് ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലമാണ്. നമുക്കത് വേണമെന്ന അത്യായ ആഗ്രഹം കൊണ്ട് അത് നേടിയെടുക്കുവാൻ വലിയ പരിശ്രമം നടത്തും. നേടിക്കഴിയുമ്പം മടുപ്പടിക്കും അല്ലേ? ഓട്ടമത്സരത്തിൽ ഓടുന്ന ഒരാൾ ജയിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അഭിനിവേശം, അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ഒരു നിരാശ, ഇതെന്തുണ്ടാകും? ജീവിതത്തിലും ഉണ്ടാകും. ഈ നോമ്പ് കഴിഞ്ഞ് 50ാമത്തെ ദിവസമാകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അഹങ്കാരമില്ലേ? ഞാൻ 50 ദിവസത്തെ നോമ്പ് പൂർത്തീകരിച്ചു, എൻ്റെ വീട്ടിൽ ഇറച്ചി ഞാൻ കയറ്റിയിട്ടില്ല, മീൻ ഞാൻ തൊട്ടിട്ടില്ല, എൻ്റെ പെടക്കോഴി മുട്ട പോലും ഇട്ടിട്ടില്ല. പോയില്ലേ? 50 ദിവസത്തെ നോമ്പിൻ്റെ മാഹാത്മ്യം പോയില്ലേ? ഈ ഡെസ്റ്റിനേഷൻ സിൻഡ്രോം നമുക്കുണ്ടാകും. പക്ഷെ അതിനെ മറികടക്കുന്ന എങ്ങനെയാ? ഓരോ ജീവിതത്തിലെ ഓരോ ദിവസങ്ങളും ഓരോ ഇതളുകൾ പോലെ ആസ്വദിക്കാൻ നമുക്ക് സാധിക്കണം. ഇന്ന് പകൽ എഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ മുൻപാകെ പ്രാർത്ഥിച്ച് ഈ ജീവിതത്തിൽ ഈ ദിവസത്തെ നേരിടാൻ പഠിക്കണം. അതുകൊണ്ടാണ് പാമ്പാടി തേറായിലുണ്ടായിരുന്ന യൂഹാനോൻ റമ്പാച്ചൻ ഒരു പ്രാർത്ഥന എഴുതി, ഈ ദിവസത്തിൽ നേരിടുന്ന എല്ലാ കാര്യങ്ങളെയും ദൈവവിശ്വാസത്തോടുകൂടി നേരിടുവാൻ എന്നെ പ്രാപ്തനാക്കണം. ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ ഏത് പ്രതിസന്ധികളാകട്ടെ, ഏത് സന്തോഷങ്ങളാകട്ടെ, എല്ലാ അനുഭവങ്ങളെയും ദൈവബന്ധത്തിൽ കാണുവാൻ, കണ്ടെത്തുവാൻ നമുക്ക് സാധിച്ചാൽ ജീവിതത്തിന് എന്തുണ്ടാകും? ഒരർത്ഥമുണ്ടാകും. പക്ഷേ യൂദായ്ക്ക് ആ ജീവിതത്തിൻ്റെ അർത്ഥം നഷ്ടമായി പോയി. പക്ഷെ പത്രോസിന് കളഞ്ഞു കുളിച്ചെങ്കിലും അവൻ വീണ്ടെടുത്തു. എവിടെയാ? കടൽ തീരത്ത്. യേശു വന്നിട്ട് അവനോട് ചോദിച്ചു, കൂട്ടുവാൻ വല്ലതും കയ്യിലുണ്ടോ? ധ്യാനം കഴിഞ്ഞ് 3ാമത്തെ ദിവസം വിജയിച്ച നിങ്ങളോട് ചോദിച്ചു, വിശ്വാസികളുടെ സമൂഹമേ, 3 ദിവസം മുമ്പിലിരുന്ന് ഉറങ്ങിയില്ലേ? നിങ്ങൾക്ക് എന്നാ കിട്ടി? ഇവിടെ ഭക്ഷണമുണ്ടോ? ഇല്ലല്ലോ അല്ലേ? നിങ്ങൾക്ക് എന്നാ കിട്ടി? അപ്പോൾ പറയും, 3ാമത്തെ ദിവസം അച്ഛൻ പ്രസംഗിച്ചപ്പോൾ നന്നായിട്ട് ഉറങ്ങാൻ പറ്റി, അനസ്തേഷ്യ തന്നതുപോലെ ഞങ്ങളിരുന്ന് ഉറങ്ങി. ആണോ? നമുക്ക് പറയാൻ സാധിക്കണം, എൻ്റെ ജീവിതത്തിന് ഒരർത്ഥം കണ്ടെത്തേണ്ടതിന്. പലപ്പോഴും പലരും ചോദിക്കും, എന്താ എൻ്റെ ജീവിതത്തിന് ദൈവം കൽപ്പിച്ചിരിക്കുന്ന അർത്ഥം? വലിയ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല, ലോകത്തിൽ കീഴ്മേൽ മറിക്കുക എന്നുള്ളതല്ല, നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ, നല്ല അപ്പനാകാൻ, നല്ല അമ്മയാകാൻ, നല്ല മകനാകാൻ, മകളാകാൻ, നല്ലൊരു വിശ്വാസിയാകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഒരു കഥ പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുക. നമുക്കെല്ലാവർക്കും മുടിയമ്പുത്രൻ്റെ കഥ അറിയാം. കുഞ്ഞുങ്ങൾക്ക് അറിയാവോ? നിങ്ങളുടെ സൺഡേ സ്കൂൾ സാർ എന്ത് ചെയ്യും? പിടിച്ചിങ്ങോട്ട് എടുത്ത് ചാട്ടവാറെടുത്ത് ഒറ്റ അടി വെച്ച് കൊടുക്കുക. എൻ്റെ ബെൽറ്റ് ഊരിയാ ഞാൻ അടിച്ചതിന്. ഞാൻ മുടിയമ്പുത്രൻ കഥ പഠിപ്പിച്ചിട്ടില്ലേ? നുണ പറയുന്നു. എന്നാൽ അച്ഛൻ പഠിപ്പിക്കാം. ഒരപ്പന് 2 ആൺമക്കളുണ്ട്, നല്ല ജിമ്മിൽ പോകുന്ന 2 അവന്മാർ. ഇളയവൻ ഇച്ചിരി പെശകായിരുന്നു. അവൻ പറഞ്ഞു, അപ്പാ +2 കഷ്ടിച്ച് പാസ്സായ അവൻ വന്നിട്ട് പറഞ്ഞു, അപ്പാ എനിക്ക് ജർമ്മനിക്ക് പോകണം. അപ്പം പറഞ്ഞു, ഇപ്പോൾ പോകണോ? ഡിഗ്രിയും കൂടെ കഴിഞ്ഞിട്ട് പോയാൽ പോരാ, അവിടെ ചെന്ന് എനിക്ക് പഠിക്കണം. ശരി. അപ്പനുള്ള ബാങ്ക് ബാലൻസിന് 30 ലക്ഷം രൂപ അക്കൗണ്ടിൽ കാണിച്ച് ഇവനെ കയറ്റി വിട്ടു. ഇവൻ അവിടെ പോയി അടിച്ചു പൊളിച്ച് ഗൂഗിൾ പേ ചെയ്ത് മുഴുവൻ തീർത്തിട്ട് തിരിച്ചെവിടെ എത്തി? പന്നിക്കൂട്ടിലെത്തി. നിരാശാജനകമായ ജീവിതം നഷ്ടപ്പെട്ടവൻ പന്നിക്കൂട്ടി കിടന്നപ്പം വിചാരിച്ചു, അപ്പൻ്റെ വീട്ടിലായിരുന്നപ്പം ദാസന്മാർ കഴിച്ച് അവശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും തൃപ്തിയായിരുന്നു. സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്താൽ മതിയായിരുന്നു, അപ്പം സാധനം വീട്ടിൽ വരും. ഇപ്പം ഞാൻ എന്നാ ചെയ്യുന്നത്? പന്നി തിന്നുന്ന ഉമ്മി തിന്നുകൊണ്ടിരിക്കുക. അവിടെ അവൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പന്നിക്കുട്ടിൽ നിന്ന് എഴുന്നേൽക്കും. ഇതിൻ്റെ പേരാ കുമ്പസാരം.
എഴുന്നേൽക്കാൻ നമ്മൾ ശ്രമിക്കുന്ന ശ്രമം. അവൻ പന്നിക്കുട്ടിയിൽ നിന്ന് എഴുന്നേറ്റു, തിരിച്ച് അപ്പൻ്റെ വീട്ടിലേക്ക് ചെന്നു. നിങ്ങൾ വിചാരിച്ചോണം, നമ്മുടെ അനുതാപം കൊണ്ടല്ല ദൈവരാജ്യത്തിന് നമ്മൾ അവകാശികളാകുന്നത് പൂർണ്ണമായിട്ടും. മറിച്ച് നമ്മൾ അനുതപിക്കുന്നതിനേക്കാൾ മുമ്പായി ദൈവരാജ്യം നമുക്ക് തരേണ്ടതിന് കരുണയോടെ കാത്തിരിക്കുന്നൊരു അപ്പനുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ മകൻ നഷ്ടപ്പെട്ടപ്പോൾ തന്നെ അവൻ തിരിച്ചു വരുമ്പോൾ അറക്കാൻ വേണ്ടി ഒരു കാളയെ മാറ്റി നിർത്തവനായിരുന്നു ആര്? മുടിയൻ പുത്രൻ്റെ കഥയിലെ അപ്പൻ. മകൻ പടിവാതിക്കലെത്തിയപ്പോഴേ അപ്പൻ ഓടിച്ചെന്നവനെ വട്ടം കെട്ടിപ്പിടിച്ചു. എന്നിട്ട് അവനെ ചുംബിച്ചു, അവൻ്റെ കയ്യിലൊരു മോതിരമണിയിച്ചു, അവനെ പുതിയ വസ്ത്രം ധരിപ്പിച്ചു, കാളയേറത്ത് ഒരു വിരുന്ന് കഴിച്ചു, അവനെ വീണ്ടെടുത്തു. സാറിത് പഠിപ്പിച്ചു. ഇപ്പോൾ സൺഡേ സ്കൂളിലും അസൈൻമെൻ്റ് ഉണ്ട്. അതുകൊണ്ട് സാറ് കുഞ്ഞുങ്ങളോട് പറഞ്ഞു, മക്കളെ നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് തരാൻ പോവുക. അസൈൻമെൻറ്റ് എന്താണ്? വീട്ടിൽ പോയിട്ട് സാറ് പഠിപ്പിച്ച മുടിയൻ പുത്രൻ്റെ കഥ നിങ്ങളൊന്ന് റീറൈറ്റ് ചെയ്തുകൊണ്ട് വരണം. അതിൻ്റെ ക്ലൈമാക്സ് നിങ്ങൾ നിങ്ങളുടെ ഭാവനയിൽ എഴുതിക്കൊണ്ട് വരണം. പിള്ളേർ വീട്ടിൽ പോയി. സാറ് പറഞ്ഞത് ഇങ്ങനെയാണ്: മുടിയൻ പുത്രൻ ജർമ്മനിയിൽ പോയി തിരിച്ചു വന്നു, പന്നിക്കുട്ടി കിടന്നു, പന്നിക്കുട്ടിയിൽ നിന്ന് എഴുന്നേറ്റ് സ്വന്തം വീടിൻ്റെ വാതുക്ക വന്നു. ഇനി ബാക്കി നിങ്ങൾ എഴുതിക്കൊണ്ട് വരണം. കുഞ്ഞുങ്ങൾ വീട്ടിൽ പോയി ഒരു A4 ഷീറ്റ് എടുത്ത് വിസ്തരിച്ചെഴുതി തിരിച്ചു കൊണ്ടുവന്ന് സാറിൻ്റെ കയ്യിലോട്ട് കൊടുത്തു. വായിച്ചു നോക്കി സാറ് ബോധം കെട്ട് താഴെ വീണു. ഹെഡ് മാസ്റ്ററെ ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി അച്ഛൻ കാണാൻ ചെന്നു. അച്ഛന്മാർക്ക് ഹൃദയമില്ലാത്തതുകൊണ്ട് കല്ല് പോലെ അച്ഛൻ ഉറച്ചു നിന്ന് ആ പേപ്പർ വായിച്ചു. ഒന്നാമത്തെ പയ്യൻ എഴുതി വെച്ചു, മുടിയൻപുത്രൻ തിരിച്ച് അപ്പൻ്റെ വീടിൻ്റെ വാതിക്കലെത്തി. അപ്പൻ ഓടിച്ചെന്ന് അവൻ്റെ അടിനാവയ്ക്ക് നോക്കി ഒറ്റ തൊഴി വെച്ചു കൊടുത്തു. രണ്ടാമത്തവൻ എഴുതി, അവിടെ കിടന്നൊരു കവളം മടലെടുത്ത് അപ്പൻ അവൻ്റെ പെടലിക്ക് നോക്കി ഒരടി കൊടുത്തു. മൂന്നാമത്തവൻ എഴുതി, ഇവൻ പന്നിയുടെ കൂട്ടി കിടന്നാൽ പോരാ, അവനെ ആ ജർമ്മൻ ഷെപ്പേർഡിൻ്റെ കൂടെ കയറ്റിയെടുത്ത് അവൻ ഇച്ചിരിയും കൂടെ പഠിക്കാനുണ്ട്. ഇത് കണ്ടിട്ടാണ് സാറ് ബോധം കെട്ടത്. അച്ഛൻ പറഞ്ഞു, സാറ് ബോധമൊന്നും കെടണ്ട. ഈ 10 കുഞ്ഞുങ്ങളും എഴുതിയത് അവരുടെ വീട്ടിലെ സ്വന്തം അപ്പന്മാരുടെ സ്വഭാവം. വട്ടക്കാവിലെ ഓർത്തഡോക്സുകാരെ, മർത്തോമക്കാരെ, കത്തോലിക്കരെ, മറ്റാരെങ്കിലും ഉണ്ട് അങ്ങനെയുള്ള ഏവരുമേ, നിങ്ങളുടെ സൺഡേ സ്കൂളിലെ സാറുമാർ അങ്ങനെയൊരു അസൈൻമെൻറ്റ് എഴുതിക്കാതിരിക്കാൻ നിങ്ങൾ ജാഗരൂകരായിരിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് ഇങ്ങനെ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തോ ചെയ്യും? എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞല്ലോ, ജീവിതത്തിനൊരർത്ഥം കണ്ടെത്തുന്നത് നിസ്സാര കാര്യങ്ങളിലാണ്. ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞ് ജീവിതത്തിൽ അവൻ അരുതാത്തൊരു തെറ്റുപറ്റിപ്പോയി. അവൻ തിരിച്ച് വീട്ടിലോട്ട് വരുമ്പം അവനെ അടിച്ച് പുറത്താക്കിയല്ല, മറിച്ച് അവനോട് ഒരു വേള അവൻ്റെ ഒപ്പം ഇരുന്നിട്ട് പറയാൻ സാധിക്കണം. ഞാനൊരച്ഛനായതിൽ ഏറ്റവും സന്തോഷിച്ചത്, എനിക്ക് ദൈവം തന്നൊരു വലിയ അവസരം ആ കോളേജിലെ സമയമാണ്. എനിക്ക് കുറേ കുഞ്ഞുങ്ങളെ എൻ്റെ ജീവിതത്തിൽ വീണ് കിട്ടി. സ്വന്തം അപ്പനും അമ്മയ്ക്കും പോലും അടുക്കാൻ സമീപിക്കാൻ കഴിയാത്തവരുടെ ജീവിതങ്ങളിൽ ഇടപെടാൻ ഇപ്പോഴും എൻ്റെ കുഞ്ഞുങ്ങൾ ഞാൻ വിളിച്ചാൽ ഓടി വരും. മദ്ബഹായി കയറാതെ പള്ളിയിൽ കയറാതിരുന്നവർ ഇപ്പം ഞാൻ വിളിച്ചാൽ ഓടി വരും. അതെൻ്റെ വൈദിക ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പത്താണ്. ഒന്നും എനിക്ക് ജീവിതത്തിൽ കൊണ്ടുപോയി. പക്ഷേ ഞാൻ പറയും, എൻ്റെ ശവപ്പെട്ടിയെ പിടിക്കാൻ അച്ഛന്മാർ വന്നില്ലെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങൾ വരുമെന്ന് എനിക്കൊരു ബോധമുണ്ട്. എന്താ ജീവിതത്തിനർത്ഥം? ക്രിസ്തുവിനോട് ചേർന്ന് നമുക്ക് പറയാൻ സാധിക്കണം, ചിലതിനോട് ക്ഷമിക്കാൻ, ചിലതിനോട് നൈർമല്യത്തോടു കൂടി ഇടപെടാൻ, ചിലതിനോട് ഒരല്പം ജാഗ്രതയോടുകൂടി പെരുമാറുവാൻ. നമ്മുടെ ജീവിതത്തെ പരിശീലിപ്പിക്കേണ്ടതിന്, ഒരർത്ഥം കണ്ടെത്തേണ്ടതിന് ആര് കൂടെ വേണം? യേശു കൂടെ വേണം. പീലാത്തോസിന് ഈ അനുഗ്രഹം കിട്ടിയില്ല. അവൻ വെറും കൈയായി കൈ കഴുകിയിട്ട് ചോദിച്ചു, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ ക്രിസ്തുവിനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? വാട്ട് ഷാൽ ഐ ഡു വിത്ത് ജീസസ്? ഈ കൺവെൻഷൻ കേട്ട് നിങ്ങൾ ഉറക്കെ പറയണം, എനിക്കാ കർത്താവിനെ വേണം, എനിക്കാ കർത്താവിനെ വേണം. കുഷ്ഠരോഗികളുടെ ഞായറാഴ്ച നമ്മൾ ആഘോഷിച്ചില്ലേ? ഞാൻ ഇന്നലെ ഈ ലൈവിൻ്റെ ആദ്യ ഭാഗം കണ്ടു. ഇന്നലെയോ മിനിഞ്ഞാന്നോ വിജയച്ചൻ ആദ്യം പറഞ്ഞു പത്രോസ് ഒസ്താത്യോസ് സിനിമയെക്കുറിച്ചും ഗീവർഗീസ് ഒസ്താത്യോസ് സിനിമയെക്കുറിച്ചും. ഒസ്താത്യോസ് സിനിമേന് കുഷ്ഠരോഗികൾക്ക് വേണ്ടി ഒരു സ്ഥാപനം തുടങ്ങി. തിരുമേനി അവിടെ കുഷ്ഠരോഗികൾക്ക് കുർബാന കൊടുക്കുന്നത് കണ്ടിട്ട് ഒരു മനുഷ്യൻ ചോദിച്ചു, തിരുമേനിക്ക് എങ്ങനെ ഇത് സാധിച്ചത്? തിരുമേനി പറഞ്ഞു, എൻ്റെ മുൻപിൽ വരുന്ന എല്ലാ മനുഷ്യരിലും ഞാൻ 3 മുഖങ്ങൾ കാണും. ഒന്ന്, അതെൻ്റെ അമ്മയാകുന്നു. എൻ്റെ അമ്മയുടെ അടുക്കൽ നിന്ന് കൈ പിൻവലിക്കാൻ എനിക്ക് സാധിക്കുമോ? ഇല്ല. 2, അതെൻ്റെ സഹോദരനാകുന്നു. 3, തിരുമേനി പറഞ്ഞു, അത് എൻ്റെ കർത്താവാകുന്നു. എൻ്റെ സുവിശേഷത്തിലെ ബാക്കിയെല്ലാം നിങ്ങൾ മറന്നു പോക്കൂ. പക്ഷെ 3-മത്തെ പറയാൻ നമുക്ക് സാധിക്കണം, അതെൻ്റെ കർത്താവാകുന്നു. എൻ്റെ അരികിൽ നിൽക്കുന്നവരെ, എന്നെ സമീപിക്കുന്നവരെ, എൻ്റെ കുടുംബത്തെ,
എൻ്റെ സഭയെ, എൻ്റെ സമൂഹത്തെ, എൻ്റെ വൈദികരെ ഈ രീതിയിലൊന്ന് സമീപിക്കുവാൻ, എൻ്റെ ജീവിതത്തെ ഒന്ന് രൂപപ്പെടുത്തുവാൻ, രൂപാന്തരപ്പെടുത്തുവാൻ ഇതൊക്കെ മുഖാന്തരമായി തീരണം. ഇനി 25 ദിവസമുണ്ട്. എണ്ണി തീർക്കരുത്, മറിച്ച് കുമ്പിട്ട് തീർക്കണം, കുമ്പിട്ടെഴുന്നേറ്റ് തീർക്കണം. കൊടവയറ് തടസ്സമായെന്ന് വന്നേക്കാം, മുട്ടില്ലാതെ വന്നേക്കാം. തേഞ്ഞ മുട്ടുമായിട്ട് കുമ്പിട്ടോ, ദൈവം എഴുന്നേൽപ്പിച്ചോളും. ഇനി എഴുന്നേക്കാൻ പറ്റിയില്ലേ, വിജയച്ചൻ ആർഭാടമായിട്ട് നിങ്ങളെ കൊണ്ടുവന്ന് കല്ലറ വെച്ചോളും, പേടിക്കണ്ട. അതുകൊണ്ട് കൊതുപോലച്ചൻ്റെ പ്രസംഗം നിർത്തുകയാ. ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, എന്നെ വീണ്ടെടുക്കേണ്ടതിന്, എനിക്ക് ക്രിസ്തുവിനെ, എൻ്റെ ജീവിതത്തെ വീണ്ടെടുക്കേണ്ടതിന്, ക്രൈസ്റ്റ് ദ ലിബറേറ്റർ. 2, എൻ്റെ ജീവിതത്തെ സുഗന്ധീകരിക്കേണ്ടതിന്, ഒരു ഫ്ലേവർ തരാൻ എൻ്റെ ക്രിസ്തു ഉണ്ടാകണം. 3, ഞാൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിന് ഒരർത്ഥം സൃഷ്ടിച്ചെടുക്കേണ്ടതിന് എൻ്റെ ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ രൂപപ്പെടണം. നമ്മുടെ കത്തോലിക്ക സഭയിലെ ഒരു ബിഷപ്പ് അടുത്തിടെ പ്രസംഗിച്ചു. തിരുമേനി കാറയിൽ ഇങ്ങനെ പോവുകയാണ്. നോക്കിയപ്പം നല്ല സുമുഖന്മാരായ ചെറുപ്പക്കാർ, അവരിങ്ങനെ ഒരു സ്ലോഗനൊക്കെ എഴുതിയ പ്ലക്കാർഡ് പിടിച്ചുകൊണ്ട് ഒരു ടീഷർട്ട്, വെള്ള ടീഷർട്ട് ഇട്ട് നിൽക്കുക. ആ ടീഷർട്ടിൽ അവരെഴുതി, ക്രൈസ്റ്റ് ഈസ് മോർ ഇൻടോക്സിക്കേറ്റഡ് ദാൻ ഡ്രഗ്. ക്രിസ്തുവാണ് മയക്കുമരുന്നിനേക്കാൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ലഹരി. ഈ ദേശത്തെ ഒരു വലിയ അനുഗ്രഹമാണ് ഞാൻ കാണുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ഞാൻ വന്നപ്പോൾ തൊട്ട് ഇതിൻ്റെ മുൻപിൽ നിൽക്കുന്ന കുറച്ച് ചെറുപ്പക്കാരൊക്കെ ഉണ്ട്. ഇതിൻ്റെ നടപടികൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്നും, ഇതിൻ്റെ പ്രവർത്തനങ്ങൾ അനുഗ്രഹത്തിനാകട്ടെ. അതൊരിക്കലും കൈമോശം വരാതെ പോകുന്നിടത്തൊക്കെ നീട്ടുവാൻ നിങ്ങൾക്ക് ദൈവം ഇടയാകട്ടെ.